ഹായ് ഓൾ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ISRO ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. അപ്പം എല്ലാവർക്കും നമ്മുടെ ഏണസ്റ്റ് അക്കാദമിയിലേക്ക് ആൻഡ് ബിഗ് ലേണിംഗ് ആപ്പിലേക്ക് വെൽക്കം. അപ്പൊ നമ്മൾ ഇന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ISRO ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇപ്പം പുതിയതായിട്ട് വന്ന നോട്ടിഫിക്കേഷൻ ആണ്. അത് ബേസ് ചെയ്ത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് MCQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഓൾറെഡി അറിയാം, നമ്മുടെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിക്കോട്ടെ, ഏത് പോസ്റ്റ് ആയിക്കോട്ടെ, ഇപ്പൊ നമ്മൾ ടെക്നിക്കൽ ബേസ്ഡ് മെക്കാനിക്കൽ വരുവാണെങ്കിൽ അതിനകത്ത് നമ്മുടെ എല്ലാ കോർ സബ്ജക്ട്സും സ്വാഭാവികമായിട്ട് ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും. നമുക്കറിയാം, നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്, തെർമോഡൈനാമിക്സ് ഉണ്ട്, ദെൻ ഫ്ലൂയിഡ് മെഷീനറി ഉണ്ട്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ഉണ്ട്, തിയറി ഓഫ് മെഷീൻസ് ഉണ്ട്, റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ് ഉണ്ട്, IC എഞ്ചിൻസ് ഉണ്ട്, ഇങ്ങനെ തെർമൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇങ്ങനെയുള്ള മെയിൻ എല്ലാം നമ്മുടെ കോർ സബ്ജക്റ്റ് ആണ് മെക്കാനിക്കലിന്റെ. ഈ കോർ സബ്ജക്ട്സ് ആയിരിക്കും ഈ പറയുന്ന ക്വസ്റ്റ്യൻസിനകത്തെല്ലാം വരാൻ പോകുന്നത്, ഏത് എക്സാം ആണെങ്കിലും. അപ്പൊ നമ്മുടെ ISRO ടെക്നിക്കൽ അസിസ്റ്റന്റ് എക്സാമിനും ഈ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിച്ചിരിക്കുന്നത് ഈ പറയുന്ന ടോപ്പിക്കിൽ കൂടി, ഈ സിലബസിൽ കൂടി കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യുന്നത്. അപ്പം ക്വസ്റ്റ്യൻസിന്റെ പക്ഷേ വെയിറ്റേജ് മാറിയിരിക്കും എന്നുള്ളത് മാത്രമാണ് അവിടെ വ്യത്യസ്തമായിട്ടുള്ളത്. അത് ഓരോ എക്സാമിനും, ഇപ്പൊ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണെങ്കിൽ അതിന് വേറൊരു വെയിറ്റേജ്, ഇപ്പൊ നമ്മുടെ RRB ജൂനിയർ എഞ്ചിനീയർ എടുക്കുമ്പോൾ വേറൊരു വെയിറ്റേജ്, SSC ജൂനിയർ എഞ്ചിനീയർ എടുക്കുമ്പോൾ വേറൊരു വെയിറ്റേജ്, അങ്ങനെ ഓരോ എക്സാമിന്റെയും പോസ്റ്റ് അനുസരിച്ച് വെയിറ്റേജ് മാറിയിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള MCQs ഉൾപ്പെടെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് ഡിസ്കസ് ചെയ്താണ് നമ്മൾ ഈ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ സെഷൻസ് നന്നായിട്ട് വാച്ച് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കുകയെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള എക്സാംസിനൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്യാനും ലിസ്റ്റിൽ കയറാനും പറ്റുള്ളൂ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഏണസ്റ്റ് അക്കാദമിയിലേക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ബിഗ് ലേണിംഗ് ആപ്പിലേക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡിറ്റർമൈൻ ദ പൊസിഷൻ ഓഫ് എ സെന്റർ ഓഫ് പ്രഷർ ഫോർ എ റെക്ടാംഗുലർ ലാമിന ഓഫ് ഹൈറ്റ് h immersed vertically in water up to a depth h below the free surface. അപ്പം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, കാണുമ്പോഴേ അറിയാം. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചിരിക്കുന്നത് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിൽ നിന്നാണ്. ഓക്കെ, മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിന്റെ നമുക്കറിയാം, നമ്മൾ ആദ്യം പ്രോപ്പർട്ടീസ് പഠിച്ചു കഴിയുമ്പം എന്താണ് ഒരു സെന്റർ ഓഫ് പ്രഷർ ആൻഡ് പ്രഷർ, അല്ലെ, ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്, സെന്റർ ഓഫ് പ്രഷർ ആൻഡ് ടോട്ടൽ പ്രഷർ ഓഫ് എ ബോഡി വെൻ ദ ബോഡി ഈസ് ഇമ്മേഴ്സ്ഡ് ഓർ ഫ്ലോട്ടിംഗ് ഇൻ എ ഫ്ലൂയിഡ് എന്ന കൺസെപ്റ്റിനാണ് അകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമൈൻ ദ പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് പ്രഷർ. സെന്റർ ഓഫ് പ്രഷർ കാണാനാണ് ചോദ്യം. സെന്റർ ഓഫ് പ്രഷർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് വിച്ച് ഈസ് H* എന്നാണ്. ഓക്കെ, ഫോർ എ റെക്ടാംഗുലർ ലാമിന. അപ്പം ഒരു റെക്ടാംഗുലർ സർഫസ് ഉണ്ട്, ഇങ്ങനെ ഒരു റെക്ടാംഗുലർ സർഫസ് ഉണ്ട്. ഇതിന്റെ സെന്റർ ഓഫ് പ്രഷർ കാണാനാണ്. എപ്പോൾ ഹൈറ്റ്, അതിന്റെ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്, റെക്ടാംഗുലർ ലാമിനയുടെ ഹൈറ്റ് h എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡൺ. ദെൻ ഇമ്മേഴ്സ്ഡ് വെർട്ടിക്കലി, ഇമ്മേഴ്സ് ചെയ്തിരിക്കുകയാണ് വെർട്ടിക്കൽ ആയിട്ട് വാട്ടർ അപ് ടു എ ഡെപ്ത് h. അപ്പൊ നോക്കണം, നമ്മുടെ ക്വസ്റ്റ്യന്റെ കൺസെപ്റ്റ് കിട്ടി നമുക്ക്. വാട്ടർ ഉണ്ട്, വാട്ടറിൽ നിന്നും h ഹൈറ്റിലാണ് ഈ ലാമിന എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറയുന്ന ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നത്. ഇതാണ് കൺസെപ്റ്റ്. ഇതിൽ നിന്നാണ് നമ്മൾ തുടങ്ങാനായിട്ട്. ഓക്കെ, അപ്പം നമുക്കറിയാം, അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ സെന്റർ ഓഫ് പ്രഷറിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സെന്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു H* ഇസ് ഈക്വൽ ടു, അല്ലെ, H* ഇസ് ഈക്വൽ ടു H ബാർ പ്ലസ് IG. IG എന്ന് പറഞ്ഞാൽ അറിയാം, അല്ലെ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്, ബൈ AH ബാർ എന്നാണ് ഇക്വേഷൻ. അപ്പൊ ഇതിനകത്ത് ചെയ്യുമ്പോൾ IG നമുക്ക് ഏത് ബോഡി, റെക്ടാംഗുലർ ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം IG ഈസ് ഈക്വൽ ടു BD³/12 എന്നാണ്. ഓക്കെ, ഇവിടെ B പറഞ്ഞിട്ടില്ല, എങ്കിലും നമുക്ക് BD³/12 കൊടുക്കുമ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ BH³/12 ലെറ്റ് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. B ആണ് അതിന്റെ വിഡ്ത് തന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് IG കിട്ടും. പിന്നെ ഏരിയ എന്ന് പറയുന്നത് അറിയാം. ഏരിയ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവുള്ളതുകൊണ്ട് എന്തായിരിക്കും, H × H ആയിരിക്കും ഈസി ആയിട്ട്, അല്ലെ. ഏരിയ എന്ന് പറയുമ്പോൾ H × H എന്ന് പറയും, അല്ലെ. നമ്മൾ B എടുത്തോണ്ട് B × H എന്ന് കൊടുക്കാം. ഓക്കെ, ബേസ് കൊടുത്ത് ആണ് B × H ആണ്, B × H. ഓക്കെ, ഇനി നമുക്ക് അറിയാത്ത ഒരു സാധനം മാത്രമേ ഉള്ളൂ, അതെന്താണ്, H ബാർ എന്താണെന്ന് അറിയത്തില്ല. H ബാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ബോഡി ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്ലൂയിഡിന്റെ സർഫസ് തൊട്ട് ആ ബോഡിയുടെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് H ബാർ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇപ്പൊ ഈ കേസിൽ H ബാർ കാണാൻ പറയുമ്പോൾ നമുക്കറിയാം, H ബാർ എന്ന് പറയുമ്പോൾ ഇതാ ഇവിടം തൊട്ട് ഇവിടം വരെ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. കാരണം എന്താ, ടോട്ടൽ H ആണെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കത്തില്ല ഇവിടം വരെ. അപ്പൊ ഇതുവരെ H/2 ആണ്. പ്ലസ് എന്തുകൂടെ കൂട്ടിയാൽ മതി, ഈ H കൂടി കൂട്ടിയാൽ പോരെ. ഓക്കെ, ഡൺ. അപ്പം എന്ത് വരും, H ബാർ ഇസ് ഈക്വൽ ടു H പ്ലസ് H/2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും നോക്കൂ, 3H/2 എന്ത് കിട്ടും,
എച്ച് ബാർ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്റ്റാർ ഇസ് ഈക്വൽ ടു എച്ച് ബാർ എന്ന് പറയുമ്പോൾ എന്തുവാ 3h/2 പ്ലസ് ഐ ജി നമുക്ക് ഓൾറെഡി നമ്മൾ എഴുതിയാൽ എന്തുവായിരുന്നു ബി എച്ച് ക്യൂബ് ബൈ 12 ഡിവൈഡഡ് ബൈ എ ആണ്. എ എന്തുവാ ബി ഇൻറ്റു എച്ച് ഇൻറ്റു എച്ച് ബാർ. എച്ച് ബാർ എന്തുവാ വീണ്ടും ശ്രദ്ധിച്ച് ചെയ്യണം 3h/2. ശ്രദ്ധിച്ച് ഒന്നുകൂടെ നമ്മൾ ഒന്ന് സോൾവ് ചെയ്യുവാണെങ്കിൽ 3h/2 ആണ്. ഒന്നുകൂടെ സോൾവ് ചെയ്യുവാണെങ്കിൽ എച്ച് സ്റ്റാർ ഇസ് ഈക്വൽ ടു നോക്കിക്കോണം 3h/2 പ്ലസ് നോക്കിക്കോണം ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണോ നോക്കണം. നമുക്കറിയാം ഈ ബിയും ബിയും ക്യാൻസൽ ആയി പോകും, റൈറ്റ്. ദെൻ എച്ച് ക്യൂബും എച്ച് സ്ക്വയർ, ഇവിടെ എച്ച് സ്ക്വയർ എച്ച് ഇൻറ്റു എച്ച് സ്ക്വയർ വരും അല്ലെ, ഇവിടെ എച്ച് ബാക്കി വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് എഴുതിയിട്ട് പോവാം. അങ്ങനെയാണ് എന്ത് വരും എച്ച് മുകളിൽ വരും ബൈ താഴെ ഇനിയും 12ഉം നമുക്കറിയാം കാണുമ്പോൾ 12ഉം 2ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യാം അല്ലെ. 12ഉം 2ഉം നമുക്ക് 12 തമ്മിലാണ് പോകുന്നത്. അപ്പൊ 6 ഇവിടെ വരും. അപ്പൊ താഴെ എന്ത് വരും h/18, റൈറ്റ്. അങ്ങനെയെങ്കിൽ ആൻസർ വരും നോക്കൂ. ഇവിടെ ക്രോസ് ചെയ്യുമ്പം നമുക്ക് 3 × 18 which is 27 അല്ല ശരിയാണ് അല്ല, നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് ആൻസർ എന്ത് വരുന്നത് 28h/18 എന്ന് വരും അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും 14h/9 എന്ന ആൻസർ വരും. എന്താണ് ഓപ്ഷനിലുണ്ടോ 14h/9 ശരിയാണ്, കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ ആണ്. അതിനകത്ത് 18 × 3 ചെയ്യുമ്പോൾ അല്ലെ നമുക്കറിയാം 54 സംതിങ് വരും അല്ലെ, 54 ദെൻ 2h റൈറ്റ് ബൈ 18 × 36. അപ്പൊ കറക്റ്റ് ആയിട്ട് വരും. അപ്പം ആൻസർ വരുന്നത് 28/18 വരും, ദാറ്റ് ഈസ് 14h/9. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് ആൻസർ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇതിന്റെ കറക്റ്റ് ഫണ്ടമെന്റൽ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിന്റെ ഫണ്ടമെന്റൽ അറിയാത്തവർക്ക് വളരെ ഒന്നും നമുക്ക് മനസ്സിലാകാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതിവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. എന്തുവാണ് സെന്റർ ഓഫ് പ്രഷറിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. കൂടാതെ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, എന്തുവാ എച്ച് ബാർ എന്താണെന്നുള്ള കാര്യം കൂടി അറിയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ഭാഗമാണ്, വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ കിട്ടും. ക്ലിയർ ആണ്? അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനോട്ട് പോവാം. Second question. In oxyacetylene gas welding for complete combustion, the volume of oxygen required per unit of acetylene is. നല്ലൊരു ചോദ്യമാണ്, കേൾക്കുമ്പോഴേ അറിയാം ഇത് എവിടെ നിന്നുള്ളതാണ്. മാനുഫാക്ചറിങ് പ്രോസസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടെക്നോളജി എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഓക്സി അസറ്റലിൻ ഗ്യാസ് വെൽഡിംഗ്, ഗ്യാസ് വെൽഡിങ്ങിന്റെ കൺസെപ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഗ്യാസ് വെൽഡിംഗ് നമ്മൾ 2 ഗ്യാസ് ആണ് കൊടുക്കാറുള്ളത് അറിയാം. ഒന്ന് അസറ്റലിൻ ഗ്യാസ് C2H2ഉം പിന്നെ കൊടുക്കുന്ന ഓക്സിജനുമാണ്. ഓക്കെ, ഇത് തമ്മിലാണ് കമ്പസ്റ്റൻ നടത്തിയാണ് നമ്മൾ ഗ്യാസ് വെൽഡിംഗ് നടത്തുന്നത്. അങ്ങനെയെങ്കിൽ കംപ്ലീറ്റ് കമ്പസ്റ്റൻ നടക്കുമ്പോൾ എത്രയാണ് വോളിയം ഓഫ് ഓക്സിജൻ, ഓക്സിജന്റെ വോളിയം എത്രയെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഓക്സി അസറ്റലിൻ ഗ്യാസ് വെൽഡിംഗ് നടക്കുമ്പോൾ ഉള്ള ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇക്വേഷൻ പറയുകയാണെങ്കിൽ നമുക്കറിയാം അസറ്റലീനും അതിനോടൊപ്പം ആരുവാ ചേരുന്നത് ഓക്സിജൻ ഗ്യാസും ആണ് അല്ലെ. പ്ലസ് ഓക്സിജൻ ഗീവ്സ് എന്ത് തരും നമുക്ക് സ്വാഭാവികമായിട്ടും കിട്ടുന്നത് അവിടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾക്കറിയാം അസറ്റലിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്യാസ്, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ അഗെയിൻ ഇറ്റ്സ് എ ഗ്യാസ്, ദെൻ CO2 അനദർ ഗ്യാസ്, ബട്ട് H2 ഈസ് ലിക്വിഡ് ഓർ ഫ്ലൂയിഡ്. അങ്ങനെയെങ്കിൽ നമുക്കറിയേണ്ടത് C2H ഇത് ബാലൻസ് ചെയ്യണം. ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ CO2 ആണ്, 2 CO2 കൊടുക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡും ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 5/2 വരണം. ഓക്കെ, അപ്പൊ ചോദ്യം എന്തുവാ കംപ്ലീറ്റ് കമ്പസ്റ്റൻ നടന്നു, ഇപ്പോഴാണ് കംപ്ലീറ്റ് കമ്പസ്റ്റൻ. ഓക്കെ, നടന്നപ്പോൾ വോളിയം ഓഫ് ഓക്സിജൻ എത്രയെന്നാണ്. ഇവിടെ ഓക്സിജന്റെ വോളിയം പറഞ്ഞത് ഏതാണ്, ഇവിടെയാണ് അല്ലെ. ഓക്സിജന്റെ വോളിയം എത്രയാണ് 5/2 അല്ലെങ്കിൽ എന്ത് വരും 2.5 ആണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. കിട്ടിയോ? അപ്പം ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഓക്സി അസറ്റലിൻ ഗ്യാസ് വെൽഡിങ്ങിന്റെ ഇക്വേഷൻ, അതിന്റെ കമ്പസ്റ്റന്റ് ഇക്വേഷൻ അറിയാതെ ചെയ്യാൻ പറ്റില്ല. C2H2 പ്ലസ് 5/2 or 2 gives 2 CO2 plus H2 എന്നുള്ള ഇക്വേഷൻ അറിയാത്തവർക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ? അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ. 2.5 5/2 വരുന്നത് 2.5 ആണ് അവിടെ ഓക്സിജന്റെ വോളിയം എന്ന് നമുക്ക് ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാമല്ലോ. തേർഡ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ കൈനമാറ്റിക് വിസ്കോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് if the dynamic viscosity of fluid is 0.5 poise and density is 0.4. നല്ലൊരു ചോദ്യമാണ്, വീണ്ടും മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിലെ ചോദ്യമാണ്. എന്തിനെ കുറിച്ച് ചോദിക്കുന്നത്, കൈനമാറ്റിക് വിസ്കോസിറ്റി കാണാനാണ് ചോദ്യം. നമുക്കറിയാം 2 തരം വിസ്കോസിറ്റിയാണ് നമുക്ക് ഫ്ലൂയിഡ്സിൽ പഠിക്കാനുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഡൈനാമിക് വിസ്കോസിറ്റി ആണ്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മ്യൂ എന്നാണ്. ഇതിന്റെ യൂണിറ്റ് അറിഞ്ഞിരിക്കണം, ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്നാണ്. അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റ് ഉണ്ട്, അതിനെയാണ് പോയിസ് എന്ന് വിളിക്കാറുള്ളത്. അതേ കൂട്ട് തന്നെ രണ്ടാമത്തെ വിസ്കോസിറ്റിയുടെ പേരാണ് കൈനമാറ്റിക് വിസ്കോസിറ്റി, ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ ന്യൂ എന്നാണ്. അതിന്റെ യൂണിറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്നാണ്. മറ്റൊരു യൂണിറ്റ് ഉണ്ട് സ്റ്റോക്ക്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോണം.
പല രീതിയിൽ ചോദിക്കാറുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രീവിയസ് ഇയർ ഈ ചോദ്യവും കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ട് വിസ്കോസിറ്റി ഉണ്ട്. ഞാൻ ഡൈനാമിക് ഡി എന്ന് കൊടുക്കുന്നുള്ളൂ, ഡൈനാമിക് എന്നാണ് കേട്ടോ. കൈനമാറ്റിക് എന്ന് പറഞ്ഞാൽ കൈനമാറ്റിക് എന്ന് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയെങ്കിൽ ചോദ്യം കൈനമാറ്റിക് വിസ്കോസിറ്റി കാണാൻ മറ്റൊരു റിലേഷൻ ഉള്ളത്. ഈ കൈനമാറ്റിക് വിസ്കോസിറ്റി മ്യൂ എന്ന് പറയുന്നത് ഡൈനാമിക് വിസ്കോസിറ്റിയെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഡൈനാമിക് വിസ്കോസിറ്റി ഓൾറെഡി ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 പോയിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 0.5 divided by, അല്ലെ, 0.5 divided by density is 0.4. അങ്ങനെയാണ് 5/4 എന്ന് വരും. 5/4 is 1.25. So option C is the right answer for this question. Clear ആണ്? ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ അതിനകത്ത് കുറെ ഫണ്ടമെന്റൽ കാര്യങ്ങളുണ്ട്. യൂണിറ്റ്സ് അറിഞ്ഞിരിക്കണം, ലെറ്റർ അറിഞ്ഞിരിക്കണം, ദെൻ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങൾ അറിയാതെ ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം. ഓക്കെ ആണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകട്ടെ. Next is fourth question. Okay, a refrigerating system of 1 TR capacity operates between the temperature range of 7 degrees Celsius and 47 degrees Celsius. Okay, the maximum amount of heat rejected to the surrounding will be, sorry, not the maximum, it's minimum amount of heat rejected to the surrounding will be. ചോദിച്ചിരിക്കുന്നത് ഒരു റെഫ്രിജറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കൺസെപ്റ്റ് ആണ്. ഫ്രം തെർമോഡൈനാമിക്സ്. ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് തെർമോഡൈനാമിക്സ് എന്നാണ്. അപ്പം പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം, ഒരു റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, റെഫ്രിജറേറ്റർ വരച്ച് കാണിക്കണം, നമുക്കിവിടെ വരച്ച് കാണിക്കാം. ഒരു റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് താഴെയും മുകളിലുമായിട്ട് രണ്ട് ടെമ്പറേച്ചർ വേണം. മുകളിൽ ഒരു ടെമ്പറേച്ചർ ലോ ആയിരിക്കണം, താഴെയുള്ളത് ഹൈ ആയിരിക്കണം. ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കാം. 7 ഡിഗ്രി സെൽഷ്യസും 47 ഡിഗ്രി സെൽഷ്യസും ആണ്. 7 ഡിഗ്രി ഇറ്റ്സ് ഇൻ കെൽവിൻ, ദാറ്റ് ഈസ് 280 കെൽവിൻ. ഓക്കെ, ദെൻ 47 ഡിഗ്രി സെൽഷ്യസ് ഈസ് 320 കെൽവിൻ. അപ്പൊ രണ്ട് ടെമ്പറേച്ചർ കിട്ടിയിട്ടുണ്ട്. ഒരു വർക്ക് ഇങ്ങോട്ട് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ പറയുന്ന റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യത്തുള്ളൂ. ഇത് ഫ്രം ക്ലോഷ്യസ്, അല്ലെ, ക്ലോഷ്യസ് ഇക്വേഷൻ, സെക്കൻഡ് ലോയുടെ ക്ലോഷ്യസ് ഇക്വേഷൻ ആണ് നമുക്കത് പറയാൻ പറ്റുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. ചെയ്യാൻ വേണ്ടി നമുക്ക് അറിയേണ്ടത് മിനിമം എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്റ്റഡ് ആണ്. ഓക്കെ, മിനിമം എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്റ്റഡ് എത്രയെന്നാണ് ചോദ്യം. അപ്പം നമ്മൾ ചെയ്യുമ്പം ക്വസ്റ്റിനി റെഫ്രിജറേഷന്റെ കപ്പാസിറ്റി പറഞ്ഞിട്ട് 1 TR എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ. ഇപ്പൊ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർത്തിരിക്കണം, ഒരു റെഫ്രിജറേറ്റർ കപ്പാസിറ്റി ആണ് അതിന്റെ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ്. അല്ലെങ്കിൽ ഇവിടെ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുന്ന് സപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇത് QL എന്നും ഇത് QH എന്നും കൊടുക്കാം. കാരണം ലോയിൽ നിന്ന് ഹൈയിലേക്കാണ് റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പം കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ QL വാല്യൂ ആണ് ഈ 1 TR എന്ന് തന്നിരിക്കുന്നത്. നമുക്കറിയാം 1 ടൺ ഓഫ് റെഫ്രിജറേഷൻ ആണ്, യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ ആണ് ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? നമ്മൾ 1 TRനെ നമ്മൾ അതിനെ വാട്ട് ഓർ ജൂൾ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. അപ്പൊ 1 TR എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് 3.5 കിലോ വാട്ട് ആണ്. ഓക്കെ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരുന്നോണം. 1 TR 1 ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ 3.5 കിലോ വാട്ട് ആണ്. അത് ജൂൾ പെർ മിനിറ്റിൽ പറയുവാണെങ്കിൽ 210 ജൂൾ പെർ മിനിറ്റ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, 3.5 കിലോ വാട്ട് എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് QL കിട്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി ചെയ്യേണ്ടത്, ഇപ്പോൾ ഓർക്കണം, ദ മിനിമം എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്റ്റഡ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? COP is equal to, നോക്കൂ, രണ്ട് ടെമ്പറേച്ചർ ഉണ്ടല്ലേ, ഇത് TL ഉം ഇത് TH ഉം ആണ്. എന്ത് വരും? ദാറ്റ് ഈസ് TL by TH minus TL എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എഴുതുമ്പോൾ എന്ത് വരും? TL വാല്യൂ 280 ആണ്. ബൈ TH മൈനസ് TL എന്ന് പറഞ്ഞാൽ 320 മൈനസ് 280, ദാറ്റ് ഈസ് 40 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 7 എന്ന് വരും. ശരിയല്ലേ? 280/40 7. അപ്പൊ COP നമുക്ക് കിട്ടി 7 എന്ന് കിട്ടി. ഇപ്പോൾ നമ്മുടെ ആൻസർ വന്നിട്ടില്ല. മിനിമം എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്റ്റഡ് ടു ദി സറൗണ്ടിങ് ആണ്. സറൗണ്ടിങ്ങിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ QH കാണാനാണ് ചോദ്യം, അല്ലെ. QH എത്രയെന്നാണ് ചോദ്യം. അപ്പൊ QH എത്രയാണ്? ഇപ്പൊ COP കിട്ടി. നമുക്കിനി അറിയാവുന്നതാണ്, ഈ റെഫ്രിജറേറ്ററിന്റെ COP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ W വെച്ച് എഴുതുവാണെങ്കിൽ എത്രയാണോ കൊടുക്കുന്ന QL ബൈ W നെറ്റ് ആണ് അവിടുത്തെ COP. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്നും W നെറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? QL ബൈ COP ചെയ്താൽ മതി. QL വാല്യൂ നമുക്കറിയാം എത്രയാണ്? 3.5 എന്ന് ക്വസ്റ്റ്യൻ തന്നു, അല്ലെ. അതാണ് കപ്പാസിറ്റി. ബൈ COP വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 7 എന്നാണ്, അല്ലെ. COP വാല്യൂ 7 എന്ന് കിട്ടിയിട്ടുണ്ട്, ശരിയല്ലേ. അപ്പൊ 3.5 7 എന്ന് കിട്ടും. 3.5/7 ചെയ്യുമ്പോൾ നമുക്ക് 1/2 എന്ന് കിട്ടും, വിച്ച് ഈസ് 0.5 കിലോ വാട്ട് എന്ന് കിട്ടി. W നെറ്റ് കിട്ടി. നമുക്കറിയാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ W നെറ്റ് ഈസ് ഈക്വൽ ടു QH മൈനസ് QL എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നും QH കാണാൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി? ദാറ്റ് ഈസ് ഈക്വൽ ടു W നെറ്റ് മൈനസ് QL. W നെറ്റിന്റെ വാല്യൂ എത്ര കിട്ടിയത്? 0.5 എന്നാണല്ലേ കിട്ടിയിരിക്കുന്നത്. ശരിയാണ് ഇരിക്കുന്നത്. QH മൈനസ്
QL എന്നാണ്. സോ കണ്ടുപിടിക്കേണ്ടത് QH ആണ്. അതുകൊണ്ട് WNet പ്ലസ് QL എന്ന് വരും. ശരിയല്ലേ? WNet പ്ലസ് QL എന്നാണ് വരുന്നത്. അപ്പൊ WNetന്റെ വാല്യൂ 0.5 ആണ്, QLന്റെ വാല്യൂ 3.5 ആണ്. സോ എന്ത് വരും? 4 kilowatt എന്ന ആൻസർ. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്, വളരെ നല്ല വെയിറ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെ? വെയിറ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. കാരണം നമുക്ക് കുറെ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. എന്താണ് റെഫ്രിജറേറ്റർ അറിഞ്ഞിരിക്കണം, റെഫ്രിജറേറ്ററിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ദെൻ COPസിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, WNetന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. കുറെ ഫണ്ടമെന്റൽ ഇക്വേഷൻസ്, ന്യൂമറിക്കൽ ഇക്വേഷൻസ് അറിയാതെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടെത്താൻ പറ്റത്തില്ല. 4 kilowatt എന്നാണ് നമുക്കിപ്പോൾ ആൻസർ കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 5th question. Okay, 1 meter cube of a gas at a 5 bar pressure is compressed at constant temperature. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. വീണ്ടും തെർമോഡൈനാമിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് പ്രഷർ കംപ്രസ് ചെയ്യുന്നത്. ടു 0.5 meter cube. വാട്ട് ഈസ് ഫൈനൽ പ്രഷർ? പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കാം. 1 meter cube V1 is equal to 1 meter cube ആണ്. പ്രഷർ പറഞ്ഞിരിക്കുന്നത് 5 bar ആണ്. ഓക്കെ, കംപ്രസ് ചെയ്തത് എങ്ങനെയാണ്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. T is equal to കോൺസ്റ്റന്റ് ആണ്. എങ്ങോട്ടേക്ക്? V2 is equal to 0.5 meter ക്യൂബിലേക്കും. അങ്ങനെയെങ്കിൽ എന്താ കാണാൻ പറയുന്നത്? P2 എത്രയെന്നാണ് ചോദ്യം ചോദിക്കുന്നത്. ഓക്കെ, P2 കാണാം. അപ്പം കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ചെയ്യുമ്പോൾ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ ക്രൈറ്റീരിയ PV is equal to C എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 നിന്നും 2 ഒരു പ്രോസസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് P1 V1 is equal to P2 V2 എന്നാണ് അതിന്റെ കൺസെപ്റ്റ്. എന്തുകൊണ്ടാണ്? വിച്ച് ഈസ് ഇൻ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഓക്കെ, അങ്ങനെയെങ്കിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P1 ഹിയർ ഇറ്റ് ഈസ് 5 ഇൻറ്റു V1 ഈസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു P2 ഈസ് തന്നിട്ടില്ല, P2 ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്, ഇൻറ്റു V2 ഈസ് 0.5. Then here from here that is P2 is equal to 5 into 1 divided by 0.5. That is 5 by 0.5. That is equal to 5 by 0.5 ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും 50 by 5 എന്ന് വരും. That is 10 അല്ലെ? 10 എന്ന ആൻസർ 10 bar അല്ലെ? ഓപ്ഷൻ 10 bar ആണ്. സോ ഓപ്ഷൻ ബി is the right answer for 5th question. ഈസി ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. തെർമോഡൈനാമിക്സ് നമ്മൾ പഠിച്ചിരിക്കണം. എന്താണ്? കുറെ പ്രോസസ്സുകൾ ഉണ്ട്. കോൺസ്റ്റന്റ് പ്രഷർ ഉണ്ട്, കോൺസ്റ്റന്റ് വോളിയം ഉണ്ട്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഉണ്ട്. ഇതിൽ മൂന്നിൽ നിന്നും എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിൽ പ്രത്യേകത വർക്ക് 0 ആണ്. ഓക്കെ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ്സിൽ ക്രൈറ്റീരിയ PV is equal to C ആണ്. ആ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് 10 bar എന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകട്ടെ. ചോദിച്ചിരിക്കുന്നത് why is mercury is preferred മെറ്റീരിയൽ ഓവർ വാട്ടർ ഇൻ ബാരോമീറ്റർ? ചോദ്യം വളരെ ക്ലിയർ ആണ്. എന്തുകൊണ്ടാണ് ബാരോമീറ്ററിൽ മെർക്കുറി നമ്മൾ ഈ പറയുന്ന മെറ്റീരിയൽ ആയിട്ട് അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്? വാട്ടർ അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. വാട്ടർ ഉപയോഗിച്ചാൽ മതിയാകുന്നത്. എന്തുകൊണ്ടാണ് മെർക്കുറി? നമുക്കറിയാം ബാരോമീറ്ററിലൊക്കെ മെഷർമെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ പറയുന്ന മെർക്കുറിയാണ്. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം ചോദിക്കുന്നത്. ഓപ്ഷൻസ് കാണുമ്പോൾ അറിയാം. ബിക്കോസ് ഓഫ് ഇറ്റ് ഓപ്ഷൻസ് ഇത്ര ടഫ് ആണ് കണ്ടുപിടിക്കാൻ. പക്ഷെ നമുക്ക് കൺസെപ്റ്റ് അറിയാമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ബാരോമീറ്ററിൽ നമ്മൾ 2 ഫ്ലൂയിഡിന്റെ കാര്യമാണ് പറഞ്ഞത്. ഏതൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് മെർക്കുറിയും ഒന്ന് വാട്ടറും. എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ മെർക്കുറി ഉപയോഗിക്കുന്ന ഒന്നാമത്തെ കാര്യം, മെർക്കുറിക്ക് ഡെൻസിറ്റി ഹൈ ആണ്. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഡെൻസിറ്റി എന്ന് പറയുന്ന അർത്ഥം എന്തുവാ? ഒരു ATM പ്രഷർ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മെർക്കുറിയിൽ 76 സെന്റിമീറ്റർ ഓഫ് ഹൈറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, എന്നാൽ നേരെ തിരിച്ച് വാട്ടറിന്റെ കേസിൽ വാട്ടറിന്റെ ഡെൻസിറ്റി ലോ ആണ്. എന്താണ് പറയുന്നത്? ഒരു ATM എന്ന് പറയുന്ന പ്രഷർ കൗണ്ട് ചെയ്യാൻ വേണ്ടി 10.3 മീറ്റർ ഹൈറ്റ് വേണം. മനസ്സിലായോ? ഒരു ATM കാണിക്കുമ്പോൾ 10.3 മീറ്റർ എത്രമാത്രം വലിയ സ്കെയിലാണെന്ന് മനസ്സിലാക്കണം. വാട്ടർ ആണ് ബാരോമീറ്റർ ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ ഈ പറയുന്ന സ്കെയിൽ കാണിക്കണമെങ്കിൽ വളരെ ഹൈറ്റ് പോകണം, വലിയൊരു സ്കെയിൽ വേണം. എന്നാൽ നേരെ തിരിച്ച് 10.3 മീറ്ററിന് പകരം ഇവിടെ അത്ര മതി. മെർക്കുറിയിൽ 76 സെന്റിമീറ്റർ മതി. അതാണ് ഒന്നാമത്തെ ഡെൻസിറ്റിയിലുള്ള ആ ഹൈ വാല്യൂ കാരണമാണ് നമ്മൾ മെർക്കുറി ഉപയോഗിക്കുന്നത്. ദെൻ രണ്ടാമത്തെ റീസൺ പറയുവാണെങ്കിൽ ഈ പറയുന്ന മെർക്കുറിയുടെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ലോ ആണ് അല്ലെങ്കിൽ 0 ആണ്. ഓക്കെ, എന്നാൽ വാട്ടറിന്റെ വേപ്പർ പ്രഷർ ഒരിക്കലും 0യോ ലോയോ ആവത്തില്ല. അത് മിക്കപ്പോഴും ഹൈ വാല്യൂസ് അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണ് മിക്കപ്പോഴും വരാറുള്ളത്. അതുകൊണ്ടാണ് രണ്ടാമത്തെ കാര്യമായിട്ട് മെർക്കുറി ബാരോമീറ്റർ ഉപയോഗിക്കുന്നത്. പിന്നെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെർക്കുറി എന്ന് പറയുന്നത് നോൺ വെറ്റിംഗ് ഫ്ലൂയിഡ് ആണ് കേട്ടോ. നോൺ വെറ്റിംഗ് ഫ്ലൂയിഡ് ആണ്. ഓക്കെ, എന്നാൽ ഈ പറയുന്ന വാട്ടറിന്റെ പ്രത്യേകത സ്റ്റിക്കി ഫ്ലൂയിഡ് ആണ്. വിച്ച് ഇസ് എ സ്റ്റിക്കി ഫ്ലൂയിഡ്. ഓക്കെ, ദെൻ ഈ പറയുന്ന
മെർക്കുറിക്ക് മറ്റൊരു പ്രത്യേകതയോട് കൂടിയുണ്ട്. നമുക്കറിയാം മെർക്കുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് മെറ്റൽ ആണ്. അതിന്റെ പ്രത്യേകത അതിന്റെ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ഷൈനിയാണ്, ഷൈനി കളറാണ്, ഒരു സിൽവർ കളറാണ് അതിനുള്ളത്. എന്നാൽ ഈ വാട്ടർ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പെയറന്റ് ഫ്ലൂയിഡ് ആണ്, ശരിയല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യാൻ നോക്കുമ്പോൾ, സ്കെയിൽ നോക്കുമ്പോൾ അപ്പുറവശം കാണാം, ശരിയല്ലേ? സ്കെയിൽ ക്ലിയർ ആയിട്ട് നമുക്ക് മെഷർമെന്റ് കിട്ടില്ല. ഈ ഒരു കാരണമാണ് ബാരോമീറ്ററിൽ, ഈ ഒരു കാരണമല്ല ഇത്രയും കാരണങ്ങൾ കാരണമാണ് ബാരോമീറ്ററിൽ നമ്മൾ മെർക്കുറി വാട്ടറിനെക്കാളും എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യാൻ കാരണം. അപ്പൊ നമ്മുടെ ഓപ്ഷൻസിൽ നമ്മൾ എവിടെ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് എവിടെ വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ആദ്യത്തെ 3 കേസാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടത്. അപ്പൊ നമ്മൾ ഓപ്ഷൻ നോക്കും ബിക്കോസ് ഓഫ് ഹീറ്റ് കണ്ടക്ടിവിറ്റി നമ്മൾ പറയുന്നേ ഇല്ല. ബിക്കോസ് ഇറ്റ് ഹാസ് ഹയർ ഡെൻസിറ്റി, മെർക്കുറി ഹയർ ഡെൻസിറ്റി ശരിയാണ്. ആൻഡ് ലോവർ വേപ്പർ പ്രഷർ കറക്റ്റ് സാധനമാണ്. അതാണ് നമ്മൾ എത്ര വന്നാലും വേറെ ഏത് ഓപ്ഷൻ വന്നാലും ആ ഓപ്ഷനെ പോകും. ബിക്കോസ് ഓഫ് ഇറ്റ്സ് കളർ ശരിയാണ്, പക്ഷെ അതെന്താ ഓപ്ഷൻ ലാസ്റ്റ് ആണ് വന്നത്. നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ആദ്യത്തെ 3 വളരെ ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പം ബിക്കോസ് ഇറ്റ് ഹാസ് ഹയർ ഡെൻസിറ്റി ആൻഡ് ലോവർ വേപ്പർ പ്രഷർ എന്നുള്ളതാണ് ഈ പറയുന്ന 6th ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ ആയിട്ട് ബി ആൻസർ വരാൻ കാരണം. ഇത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഈ ബാരോമീറ്റർ കേസ് മാത്രമല്ല, എന്തുകൊണ്ടാണ് മാനോമീറ്റർ മെർക്കുറി ഉപയോഗിക്കുന്നത്, ഇങ്ങനെ പല ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. മെർക്കുറിയുടെ എന്ത് പ്രോപ്പർട്ടി ആണ് മെർക്കുറി പ്രഷർ മെഷർമെന്റിനോട് ഉപയോഗിക്കുന്നത് ചോദിക്കാറുണ്ട്. അതിനെല്ലാം ഉള്ള ആൻസർ ഈ സ്ലൈഡിലുണ്ട്. ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? അല്ലെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനോട് പോവാം. A column with both ends fixed has an effective length factor of, ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ അതർവൈസ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ നിന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. കാരണം ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് നോക്കിയിട്ട് പോകാം. ക്വസ്റ്റ്യൻ പറയുന്നതനുസരിച്ച് ഒരു കോളം ഉണ്ട്. കോളം എന്ന് പറഞ്ഞാൽ നമ്മളറിയാം, കോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെർട്ടിക്കൽ ബോഡിയെ വിളിക്കുന്ന പേരാണ് കോളം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ കോളത്തിന്റെ കേസിൽ ഈ 2 എൻഡും ഫിക്സഡ് ആണെങ്കിൽ, ഫിക്സഡ് ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് ലെങ്തിന്റെ വാല്യൂ എന്താണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. നമുക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ കേസ് പറയുമ്പോൾ 4 കേസാണ് കോളത്തിന്റെ ഉള്ളത്. ഓക്കെ, ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ കോളത്തിന്റെ 2 എൻഡും ഹിഞ്ചഡ് ആയിട്ടുള്ള കേസ്. അപ്പൊ സ്വാഭാവികമായിട്ട് രണ്ടിടത്തുനിന്നും പ്രഷർ വരുമ്പോൾ ഫോഴ്സ് വരുമ്പോൾ എന്ത് ചെയ്യും, ഇതെന്താ ഇങ്ങനെ വളയും, ഇതാണ് ഇതിന്റെ ഡിഫ്ലക്ഷൻ. ഓക്കെ, അപ്പം ഈ 2 എൻഡും ഹിഞ്ചഡ് ആവുകയാണെങ്കിൽ അവിടുത്തെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് ലെങ്തിന് ഈക്വൽ ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഒരു എൻഡ് ഫിക്സഡ്, കോളത്തിന്റെ ഒരു എൻഡ് ഫിക്സഡ്, മറ്റേ എൻഡ് ഫ്രീ. കാണാൻ പറ്റുമല്ലോ. അപ്പൊ ഇതിനകത്ത് പ്രഷർ വരുവാണെങ്കിൽ എന്ത് ചെയ്യും, ഇതാ ഇങ്ങനെ ബെൻഡ് ചെയ്യും. ഓക്കെ, അവിടുത്തെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് 2L ആയിരിക്കും. ഓക്കെ, ദെൻ തേർഡ് കേസ് എന്ന് പറയുന്നത് നമ്മുടെ കോളത്തിന്റെ ഒരു എൻഡ് 2 എൻഡ് ഫിക്സ്ഡ്, ഒരു എൻഡ് എന്നല്ല 2 എൻഡ് ഫിക്സ്ഡ്. 2 എൻഡ് ഫിക്സ് ആവുകയാണെങ്കിൽ ഇങ്ങനെ വരും, വീണ്ടും ഇതേ കൂട്ടി ഇങ്ങനെ ബക്ലിംഗ് സംഭവിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് L/2 ആണ്. നാലാമത്തെ കേസ്, ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മുടെ കോളം ഇനിയുള്ളത് എന്തൊക്കെയുണ്ട്, ഒരു ഹിഞ്ചഡും ഒരു ഫിക്സഡും ആവുകയാണ്. ഒരു എൻഡ് ഹിഞ്ചഡും ഒരു എൻഡ് ഫിക്സഡും ആണെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് L/2 ആയിരിക്കും. ഇനി വളരെ എളുപ്പമാണ്, ഇത് പലപ്പോഴും മാറി ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുക, ബോത്ത് എൻഡ്സ് ഫിക്സഡ് എന്നാണ്. ബോത്ത് എൻഡ് ഫിക്സഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ തേർഡ് കേസ് ആണ്. സോ എഫക്റ്റീവ് ലെങ്ത് ഫാക്ടർ ഒക്കെ പോട്ടെ, എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു വിച്ച് വിൽ ബി L/2 ആയിരിക്കും. സോ എന്ത് വരും, L/2 എന്ന് പറഞ്ഞാൽ 0.5L. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ക്ലിയർ? ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തത്. കാരണം ഇത് പലപ്പോഴും മാറി ചോദിക്കാറുണ്ട്. 2 എൻഡ് ഹിഞ്ചഡ് ആകുമ്പോൾ, ഒരു എൻഡ് ഫിക്സ്ഡ് ആകുമ്പോൾ, 2 എൻഡ് ഫിക്സ്ഡ് ആകുമ്പോൾ, ഒരു എൻഡ് ഹിഞ്ചഡും ഒരു എൻഡ് ഫിക്സ്ഡ് ആകുമ്പോൾ എഫക്റ്റീവ് ലെങ്തിന്റെ വാല്യൂ എന്താണ് എന്ന് റിപ്പീറ്റഡ്ലി ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് മനസ്സിലാക്കി വേണം പഠിക്കാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനോട്ട് പോവുകയാണ്. 8th ക്വസ്റ്റ്യൻ. എ 4-stroke 4-cylinder SI engine has a swept volume of 450 cc and compression ratio is 8. The clearance volume of each cylinder is equal to, നമ്മുടെ IC എഞ്ചിന്റെ ഭാഗത്തുള്ള ചോദ്യമാണെന്ന് കാണുമ്പോഴേ അറിയാം. IC എഞ്ചിൻ എന്ത് കാണാനാണ്, ദ ക്ലിയറൻസ് വോളിയം ഓഫ് ഈച്ച് സിലിണ്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? ക്ലിയറൻസ് വോളിയം ആണ് ചോദിച്ചിരിക്കുന്നത്. 4-stroke എഞ്ചിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 4-stroke എഞ്ചിന്റെ 4-cylinder SI എഞ്ചിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പം സ്വെപ്റ്റ് വോളിയം പറഞ്ഞിട്ടുണ്ട് 450 cc ആണ്. ഓക്കെ, സ്വെപ്റ്റ് വോളിയം 450 cc ആണ്. കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അവിടെ പറയുന്ന സ്വെപ്റ്റ് വോളിയം BS is equal to
450 cc and compression ratio RK is equal to 8 എന്നാണ്. ഓക്കെ, ക്ലിയറൻസ് വോളിയം ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് അറിയേണ്ടത് ഒരു IC എഞ്ചിന്റെ കംപ്രഷൻ റേഷ്യോ RK എന്ന് പറയുന്നത് ഓൾറെഡി അറിയാം, VS plus VC by VC എന്നാണ് ഇക്വേഷൻ. ഓക്കെ, ഒന്നും കൂടി സോൾവ് ചെയ്യുവാണെങ്കിൽ VS by VC plus 1 എന്ന് എഴുതാം. VC by VC 1 എന്ന് എഴുതാം. ആണ്, അങ്ങനെയാണ് നമുക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർക്കയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് എത്രയാണ്? 8 ആണ്. 8 is equal to VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വെപ്റ്റ് വോളിയം അല്ലെങ്കിൽ സ്ട്രോക്ക് വോളിയം, ദാറ്റ് ഈസ് 450 by VC plus 1 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് 450 by VC is equal to എന്ത് വരും? 8 minus 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 7. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒന്നുകൂടെ സോൾവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണേണ്ടത് VC ആണ്. സോ VC is equal to 450 by 7 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 65 cc എന്ന് വരും. ആൻസർ ഓപ്ഷനിൽ കിടപ്പുണ്ട്. ദാറ്റ് ഈസ് C ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫണ്ടമെന്റൽ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് കംപ്രഷൻ റേഷ്യോ. നമുക്കറിയാം ഓട്ടോ സൈക്കിൾ എഫിഷ്യൻസി ഇക്വേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. ദാറ്റ് ഈറ്റ ഈസ് ഈക്വൽ ടു ഓട്ടോ സൈക്കിളിന് എന്തുവാ? 1 minus 1 by RK raised to gamma minus 1. ഈ RK കുറിച്ചാണ് ഇപ്പൊ സംസാരിച്ചത്. കംപ്രഷൻ റേഷ്യോ എന്നാണ് RKയുടെ പേര്. ശരിക്കും RKയുടെ റേഷ്യോ വരുന്നത് V1 by V2 എന്നാണ്. ഈ V1 by V2, ഈ V1 by V2 ൽ നിന്നാണ് നമ്മൾ സിലിണ്ടർ കൺസെപ്റ്റ് എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ഇക്വേഷൻ കിട്ടുന്നത് കേട്ടോ. VS plus VC by VC. VS എന്ന് പറഞ്ഞാൽ സ്വെപ്റ്റ് വോളിയം അല്ലെങ്കിൽ സ്ട്രോക്ക് വോളിയം. VC എന്ന് പറഞ്ഞാൽ ക്ലിയറൻസ് വോളിയം എന്നാണ് പറയുന്നത്. 65 cc നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോകട്ടെ. 9th question. Two spheres or sphere A and B of same material have radii 1 meter and 4 meter and temperature 4000 Kelvin and 2000 Kelvin. രണ്ട് സ്ഫിയർ ഉണ്ട്, അതിന്റെ റേഡിയസ് പറഞ്ഞിരിക്കും. അപ്പൊ നോക്കും, രണ്ട് സ്ഫിയർ വരയ്ക്കുമ്പോൾ നമ്മൾ ഒരു 2 സ്ഫിയർ ഉണ്ടെങ്കിൽ ഒരെണ്ണം എയും ഒരെണ്ണം ബിയുമാണ്. നമ്മൾ റേഡിയസ് നോക്കുമ്പോൾ ഒരെണ്ണം 1 മീറ്ററും 4 മീറ്ററും. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവും ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതുമാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ചെറുതാണ് നമുക്ക് എന്തായിട്ട് തന്നിരിക്കുന്നത്? എയും വലുത് ബിയും ആണ്. ഓക്കെ, കൂടാതെ പറയുവാണെങ്കിൽ റേഡിയസിനെ കുറിച്ച് പറയുവാണെങ്കിൽ RA യുടെ വാല്യൂ പറഞ്ഞിരിക്കുന്നത് 1 മീറ്റർ എന്നാണ്. RB യുടെ വാല്യൂ പറഞ്ഞിരിക്കുന്നത് 4 മീറ്റർ എന്നാണ്. ഓക്കെ, ടെമ്പറേച്ചർ TA യുടെ വാല്യൂ പറഞ്ഞിരിക്കുന്നത് 4000 കെൽവിൻ എന്നാണ്. നേരെ തിരിച്ച് TB യുടെ വാല്യൂ 2000 കെൽവിൻ എന്നാണ്. എന്താണ്? Which one of the following statement is correct related to heat transfer by radiation from sphere A? സ്ഫിയർ എയിൽ നിന്നുള്ള ഹീറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ച് പറയുവാണെങ്കിൽ എന്താണ് താഴത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം ചോദ്യം പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയേണ്ടത് A BU ആയിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു എന്നാണ് ചോദ്യം. A BU ആയിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു? ഓക്കെ, അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞ ഹീറ്റ് ട്രാൻസ്ഫർ അല്ലേ? ഹീറ്റ് ട്രാൻസ്ഫർ വിളിക്കുന്ന പേരാണ് എമിസീവ് പവർ. ഓക്കെ, അങ്ങനെയെങ്കിൽ എമിസീവ് പവർ എടുക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് EA എന്നുള്ള വാല്യൂ എന്താണെന്ന് നോക്കാം. E എന്ന് പറയുമ്പോൾ എമിസീവ് പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റീവൻ ബോൾട്ട്സ്മാൻ ഇക്വേഷൻ സിഗ്മ A T⁴ എന്നാണ്. അപ്പോൾ സിഗ്മ എന്ന ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. A എന്ന് പറയുന്ന സ്പിയറിന്റെ ഏരിയ ആണ്. E എന്ന് പറഞ്ഞാൽ A എന്ന് പറയുന്ന സ്പിയറിന്റെ ടെമ്പറേച്ചർ ആണ്. അങ്ങനെയാണെങ്കിൽ EB യുടെ വാല്യൂ എടുക്കുവാണെങ്കിൽ EB is equal to നമുക്ക് കിട്ടും സിഗ്മ AB T⁴ എന്ന്. ഓക്കെ, ഇത് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ EA by EB is equal to സിഗ്മ ക്യാൻസൽ ചെയ്ത് കളയാം അല്ലെ. ബാക്കിയുള്ള വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് EA by ശ്രദ്ധിച്ചോണം, EA by EB യുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും റിലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ മാത്തമാറ്റിക്സ് ഏതൊരു ഓപ്പറേഷൻ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഡിവൈഡ് ചെയ്തത്. ഓക്കെ, EA by EB എന്ന് പറയുമ്പോൾ AA എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ അറിയാം സ്ഫിയറിന്റെ ഏരിയയുടെ ഇക്വേഷൻ എന്തുവാണ്? 4πr² എന്നാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ ചെയ്യുമ്പോൾ A എന്ന് പറഞ്ഞാൽ 4πRA² ഇൻറ്റു TA⁴. T എന്ന് പറഞ്ഞാൽ എന്തുവാ? 4000⁴ ഡിവൈഡഡ് ബൈ 4πRB² ഇൻറ്റു 2000⁴. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ 4π ക്യാൻസൽ ആയി കളഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നോക്കിക്കോണം. RA² വാല്യൂ RA എത്രയാണ്? 1 മീറ്റർ. അപ്പൊ 1² ഡിവൈഡഡ് ബൈ RB² എത്രയാണ്? 4. അപ്പൊ 4 × 4 എന്ന് കൊടുക്കും. 4² ആണ്. 4 × 4 സോൾവ് ചെയ്യാൻ വേണ്ടിയാണ്. അതിനെ നമുക്ക് വേണമെങ്കിൽ ശ്രദ്ധിച്ചോണം. എഴുതുമ്പം 4000 എന്ന് പറയുമ്പം നമുക്കറിയാം ഓൾറെഡി 4 4000 വരും അല്ലെ. ⁴ അല്ലെ. 4000 × 4000 ശരിയാണ്. ഡിവൈഡ് ബൈ 2000⁴ എന്തുവാ? 2000 × 2000 ×
2000. ഒന്ന് ക്യാൻസൽ ചെയ്ത് നോക്കി. ഓൾറെഡി ക്യാൻസൽ ചെയ്യുമ്പോൾ ഈ എല്ലാ സീറോയും നമുക്ക് ക്യാൻസൽ ആയി പോകുന്ന കാര്യം ക്ലിയർ ആണ്. അതിനുവേണ്ടിയാണ് റേസ് ടു 4 എഴുതാൻ നമ്മൾ ഇങ്ങനെ സോൾവ് ചെയ്ത് എഴുതി കേട്ടോ. ഇനി ശ്രദ്ധിച്ചേ, 4ഉം 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 4. ഇനി 2ഉം 4 തമ്മിൽ ക്യാൻസൽ ഇവിടെ 2 വരും. ആ 2ഉം ഈ 2ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യും. ദെൻ ഈ 2ഉം 4 തമ്മിൽ 2 വരും. 2ഉം 2ഉം ക്യാൻസൽ. മൊത്തം നോക്കുമ്പോൾ എന്ത് മാത്രം ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ദാറ്റ് ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. ദാറ്റ് മീൻസ് ഈ എ ബൈ ഇ പി ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഈ എ ഇസ് ഈക്വൽ ടു എന്തുമായിരിക്കും? ഇ പി ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the heat transfer by radiation from sphere A is equal to heat transfer from sphere B എന്നാണ്. നോക്കൂ, അങ്ങനെയുള്ളതുകൊണ്ട് ഈക്വൽ ടു ദാറ്റ് ഓഫ് സ്ഫിയർ B, റൈറ്റ്? ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. വളരെ നല്ല ഒരു വെയിറ്റ് ഉള്ള ക്വസ്റ്റ്യൻ കേട്ടോ, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഹീറ്റ് ട്രാൻസ്ഫറിന്റെ റേഡിയേഷൻ എന്ന് പറയുന്ന ഭാഗത്തുള്ള ചോദ്യമാണ്, എല്ലാവർക്കും അറിയാം. ഒരു ബോഡിയുടെ ഹീറ്റ് ട്രാൻസ്ഫർ, അതിനെ തന്നെയാണ് എമിസീവ് പവർ എന്ന് പറയുന്നത്. ക്യൂ വെച്ചല്ല ഞാൻ ഡിനോട്ട് ചെയ്ത്, ഇ വെച്ചാണ്. ക്യൂ ആണെങ്കിലും റേഡിയേഷൻ നമ്മൾ എമിസീവ് പവർ പേരിട്ടാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇയുടെ ഇക്വേഷൻ സിഗ്മ എ ടി റേസ് ടു 4 എന്നാണ്. അത് വെച്ച് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇ എ ഇസ് ഈക്വൽ ടു ഇ ബി എന്ന് കിട്ടി. സോ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ദാറ്റ് ഓഫ് സ്ഫിയർ ബി ആണ്. അപ്പൊ ഇങ്ങനെ റിലേഷൻ ചോദിക്കുകയാണെങ്കിൽ ചെയ്യേണ്ടത് ഒന്നുകിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്ത് കണ്ടുപിടിക്കുക. അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴി. അതുകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് ആൻസർ കണ്ടത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാമല്ലോ. 10th ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് the stream function for a 2-dimensional flow is given by psi is equal to 2xy the velocity at 2. അപ്പം ഇത് നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പഠിക്കുന്ന മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിന്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിന്റെ കൈനമാറ്റിക്സ് എന്ന് പറയുന്ന ഭാഗത്തുള്ള ചോദ്യം അല്ലെ. സ്ട്രീം ഫംഗ്ഷൻ എന്താണ്? സ്ട്രീം ഫംഗ്ഷൻ ഇൻഡിക്കേറ്റ് സൈ എന്നാണ്. ഈ സ്ട്രീം ഫംഗ്ഷന്റെ പ്രത്യേകത, രണ്ട് ഫംഗ്ഷനാണുള്ളത്. എന്തൊക്കെയാണ്? പൊട്ടൻഷ്യൽ ഫംഗ്ഷനും സ്ട്രീം ഫംഗ്ഷനും. സ്ട്രീം ഫംഗ്ഷൻ സൈ എന്നും പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫൈ എന്നും കാണിക്കും. എന്താ സ്ട്രീം ഫംഗ്ഷന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ എന്ന് പറഞ്ഞാൽ ഡോ സൈ ബൈ ഡോ എക്സ് എന്ന് പറയുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷന്റെ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡയറക്ഷൻ എടുക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ഗീവ് ദ വെലോസിറ്റി ഇൻ അതിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ വിച്ച് ഈസ് ഇൻ വൈ ഡയറക്ഷൻ. എന്തായിരിക്കും? ബി. അതേ കൂട്ട് തന്നെ ഈ പറയുന്ന ഫംഗ്ഷന്റെ ഡോ സൈ ബൈ അതിന്റെ വൈ ഡയറക്ഷൻ എടുക്കുവാണെങ്കിൽ അത് തരുന്നത് വൈക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത്. അതേതായിരിക്കും? എക്സ് ഡയറക്ഷൻ. അതിന്റെ നെഗറ്റീവ് വെലോസിറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് പറഞ്ഞത്, അല്ലെങ്കിൽ പാരാമീറ്റർ ആണ് പറഞ്ഞത്. ഡോ സൈ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഡിയും ഡോ സൈ ബൈ ഡോ എ എന്ന് പറഞ്ഞാൽ മൈനസ് യു ആയിരിക്കും എന്നുള്ള കാര്യം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പോവാം. ദ സ്ട്രീം ഫംഗ്ഷൻ ഫോർ 2-dimensional ഫ്ലോ. അപ്പം സ്ട്രീം ഫംഗ്ഷൻ തന്നിരിക്കുവാണ് സൈ ഇസ് ഈക്വൽ ടു 2xy എന്ന് തന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ വെലോസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ വെലോസിറ്റി കാണാൻ നമ്മൾ സ്വാഭാവികമായിട്ട് ആരെ കാണണം? യുവും വിയും കാണണം. യുവും വിയും കാണാൻ വേണ്ടി പോവുകയാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആദ്യം വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡോ സൈ ബൈ ഡോ എക്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഡോ സൈ ബൈ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ഇത് ചെയ്യുമ്പോൾ, വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ എന്ത് വരും? 2y എന്ന ആൻസർ വരും, റൈറ്റ്? ദെൻ യു കാണാൻ പറ. യു എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, മൈനസ് യു ആണ് ഡോ സൈ ബൈ ഡോ വൈ എങ്കിൽ യു എന്തുമായിരിക്കും? മൈനസ് ഡോ സൈ ബൈ ഡോ വൈ ആയിരിക്കും. ഓക്കെ, മൈനസ് ഡോ സൈ ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ എന്തുവാ? സൈ എ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ എന്ത് വരും? മൈനസ് 2x എന്ന് ആൻസർ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതറിയാതെ ഈ പരിപാടി നടക്കത്തില്ല. ഓക്കെ, അപ്പം കിട്ടി. അപ്പൊ നമുക്ക് ഇനി അറിയേണ്ടത് എന്തുവാ? വെലോസിറ്റി ആണ്. വെലോസിറ്റി അറ്റ് പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. എന്തുവാ? അറ്റ് 2 ആണ്. അങ്ങനെ നമുക്ക് ഇത് തന്നെ വി എന്ന് പറയുന്ന വാല്യൂ അറ്റ് 2 എന്ത് കിട്ടുമെന്ന് നോക്കൂ. ദാറ്റ് ഈസ് 2 into 2 that is equal to 4 എന്ന് കിട്ടും. ഓക്കെ, ദെൻ യു എന്ന് പറയുന്ന വാല്യൂ അറ്റ് 2 എന്ത് കിട്ടും നോക്കൂ. ദാറ്റ് ഈസ് മൈനസ് 2 into 2 എന്ന് തന്നെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 4 എന്ന് വരും, റൈറ്റ്? അപ്പൊ യുവും വി കിട്ടി. ഇനി അറിയാം, നമ്മൾ ചോദിച്ചിരിക്കുന്നത് വെലോസിറ്റി ആണ്. ദാറ്റ് ഈസ് റിസൾട്ടന്റ് വെലോസിറ്റി ആണ് അല്ലെ. റിസൾട്ടന്റ് വെലോസിറ്റി കാണാൻ പറഞ്ഞാൽ നമുക്കറിയാം ഇക്വേഷൻ ഈസ് റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്നാണ്. സോ ഹിയർ ഇറ്റ് ഈസ് 4 സ്ക്വയർ പ്ലസ് മൈനസ് 4 സ്ക്വയർ എന്നാണ്. മൈനസ് ആയാലും പ്ലസ് ആയാലും 4 സ്ക്വയർ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ പെട്ടെന്ന് കയറി പോകരുത്, ഓപ്ഷനിലുള്ള ആൻസർ മാറല്ലേ. 16 പ്ലസ് 16 റൂട്ട് ഓഫ് 32 എന്ന് വരും അല്ലെ. റൂട്ട് ഓഫ് 32 എന്ന് പറഞ്ഞാൽ 4 റൂട്ട് 2 എന്ന് വരും. ദാറ്റ് ഈസ് 4 റൂട്ട് 2. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? വളരെ ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഫ്രം മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്. ഓക്കെ, so the final answer is 4 root 2. Okay, ഇതിനകത്ത് ഈ ക്വസ്റ്റിനകത്ത് we need to find or we need to know about the stream function as well as the potential function. എന്താണ് സ്ട്രീം ഫംഗ്ഷൻ, എന്താണ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ അറിയാതെ ഈ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. 10th ക്വസ്റ്റ്യൻ ഓക്കെ ആണ്. ഞാൻ 11th ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 11th question is a smaller sphere 1 of radius 15 millimeter is inside
എ ലാർജ് സ്ഫിയർ 2 ഓഫ് റേഡിയസ് 100 millimeter. What will be the value of the radiation shape factor F22? Again, the question is from heat transfer. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെക്കാനിക്കലിലെ കോർ സബ്ജക്ട് ഹീറ്റ് ട്രാൻസ്ഫർ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഒരു സ്മോൾ സ്ഫിയർ ഉണ്ട്, സ്ഫിയറിന്റെ പേര് 1 എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഒരു ലാർജ് സ്ഫിയർ ഉണ്ട്. ഓക്കെ, അപ്പം ലാർജ് സ്ഫിയർ എന്ന് പറയുമ്പോൾ ഇതിപ്പം എന്തുകൊണ്ട് രണ്ടെണ്ണം അകത്ത് വരുന്ന ചോദിച്ചാൽ ഇപ്പോഴത്തെ ഷേപ്പ് ഫാക്ടർ എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ചാണ് ചോദ്യം. ലാർജ് സ്ഫിയർ 2 ആണ്. ശ്രദ്ധിച്ചോണം, എന്താണ് ഷേപ്പ് ഫാക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു രണ്ട് സർഫസ് ഉണ്ടെങ്കിൽ ഇത് 1ഉം ഇത് 2 ആണെങ്കിൽ ഈ 1 2വിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് F12 എന്ന് പറയുന്നത്. 1 1നെ തന്നെ എങ്ങനെ കാണുന്നു നമ്മൾ ഇൻഡിക്കേറ്റ് F11 എന്നാണ്. കൺസെപ്റ്റ് അനുസരിച്ച് F11 പ്ലസ് F12 എന്ന് വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. ഓക്കെ, ഇനി മറ്റൊരു പ്രത്യേകത, ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിന് ഇങ്ങനെ നോക്കുമ്പോൾ അല്ലേ മോളോട്ടല്ലേ സ്വന്തമായിട്ട് അതിനെ വ്യൂ ചെയ്യാനുള്ള ശേഷിയില്ല. അപ്പോൾ എന്ത് വരും, F11ന്റെ വാല്യൂ അവിടെ കാണില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ സെൽഫായിട്ടുള്ള ഷേപ്പ് ഫാക്ടർ കാണില്ല. ഇത്രയും ഒരു കൺസെപ്റ്റ് കിട്ടിയാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. നോക്കാം, ഇതിന് പറഞ്ഞിരിക്കുന്നത് സ്മോൾ സ്ഫിയറിന്റെ റേഡിയസ് പറഞ്ഞിട്ടുണ്ട്, വിച്ച് ഈസ് 50 millimeter എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പറഞ്ഞിട്ടുണ്ട് 50 millimeter. അപ്പൊ നമുക്കറിയാം നമ്മൾ ചെയ്യുമ്പോൾ സ്മോൾ സ്ഫിയറിന്റെ റേഡിയസ് ആയതുകൊണ്ട് ഞാൻ R1 എന്ന് കൊടുക്കുകയാണ്. R1ന്റെ വാല്യൂ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 50 millimeter, റൈറ്റ്. ദെൻ ലാർജ് സ്ഫിയറിന്റെ R2വിന്റെ വാല്യൂവും പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് 100 millimeter. നല്ല കാര്യം, രണ്ട് വാല്യൂ ഉണ്ട്. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ദ റേഡിയസ് ഷേപ്പ്? അപ്പം ചോദ്യം ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ സ്ഫിയർ പുറത്തിലേക്കാണ് വെളിയിലേക്കാണ് ഇങ്ങനെ നോക്കുന്നത് അല്ലെ. സ്വാഭാവികമായിട്ട് ഇതൊരു കോൺകേവ് സർഫസ് മോഡലാണ് വരുന്നത്, കോൺകേവ് അല്ലെ. നേരെ തിരിച്ച് മറ്റേ സ്ഫിയറിന്റെ പ്രത്യേകത അത് അകത്തേക്കാണ്, അങ്ങനെ നോക്കിയാൽ ഇവർ കാണത്തുള്ളൂ. ഓക്കെ, അകത്തേക്കാണ് നോക്കുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ വരണം. അപ്പം ഞാൻ 1 എന്ന് പറയുന്ന സ്ഫിയറിനെ കുറിച്ച് എഴുതുവാണ്, ശ്രദ്ധിച്ചോണം. ദാറ്റ് ഈസ് നമുക്ക് കാണേണ്ടത് എന്തോ F22 ആണ് കാണേണ്ടത് കേട്ടോ. അതവിടെ നിൽക്കട്ടെ. 1 എന്ന് പറയുന്ന സർഫസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് F11 പ്ലസ് F12 is equal to 1 ആണെന്ന് അറിയാം. 1നെ കുറിച്ച് പറയാം, F11 ആയിട്ട് വരാം, 12ലേക്കും വരും. വേറെ സർഫസ് ഒന്നും ഇല്ലല്ലോ. ഇനി ഇവിടെ പ്രത്യേകത F11 എന്ന് പറയുന്നത്, F11 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്ന ബോഡി 1നെ തന്നെ കാണുന്നതാണ്. ആക്ച്വലി ഒരു കോൺകേവ് സർഫസിന് F11ന്റെ വാല്യൂ ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് എന്ത് വരും, F11 0 ആണ്. സോ എന്ത് വരും, F12 is equal to 1 എന്ന് നമുക്ക് അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയും റെസിപ്രോസിറ്റി തിയറം എന്ന് പറയുന്ന തിയറം ഉണ്ട്, അറിയാവുന്നതാണെന്ന് വിശ്വസിക്കുന്നു. റെസിപ്രോസിറ്റി തിയറം അത് വെച്ച് നമുക്ക് എഴുതാൻ പറ്റുന്നത് A1 F12 is equal to A2 F21 എന്നാണ് കൺസെപ്റ്റ്. ഓക്കെ, ഹിയർ എഫ് നമുക്ക് ഇവിടുന്ന് F12 ഓൾറെഡി 1 ആണെന്ന് അറിയാം. സോ F21 is equal to A1 F12 ഡിവൈഡഡ് ബൈ A2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് A1ന്റെ വാല്യൂ, ഇത് സ്ഫിയർ ആയതുകൊണ്ട് തന്നെ ഏരിയയുടെ വാല്യൂ എന്തുമായിരിക്കും, 4πr² ആയിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് വരും, A1ന്റെ വാല്യൂ ദാറ്റ് ഈസ് 4πr1² ഡിവൈഡഡ് ബൈ A2ന്റെ വാല്യൂ 4πr2² എന്ന് എഴുതാം. ക്ലിയർ ആണ്, ഇൻറ്റു F12 എന്നാണ് കൺസെപ്റ്റ്. ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ 4π ക്യാൻസൽ ആക്കി കളയാമല്ലോ. R1² എത്രയാണ്, R1 ദാറ്റ് ഈസ് 50², 50 × 50. ഓക്കെ, ഡിവൈഡഡ് ബൈ R2 ഈസ് 100, so 100 × 100. ഓക്കെ, ദാറ്റ് ഇൻറ്റു F12 എത്ര 1 ആണ്. സോ 1 ക്യാൻസൽ ചെയ്യാവുന്ന ടേംസ് ക്യാൻസൽ ചെയ്യുമ്പോൾ 50യും 100ഉം തമ്മിൽ പോകുമ്പോൾ നമുക്കറിയാം 2 വരും. ദെൻ വീണ്ടും ഇവിടെ 2 വരും. അപ്പൊ എന്ത് വരും, ആൻസർ വരുന്നത് 1/4 എന്ന് വരും. എന്തിന്റെ വാല്യൂ 1/4 എന്ന് കിട്ടിയത്, ദാറ്റ് ഈസ് F21ന്റെ വാല്യൂ ആണ് നമുക്ക് 1/4 എന്ന്. നമുക്ക് എന്തോ കാണുന്നത് F22 ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ മുമ്പേ 1ൽ എഴുതിയ കൂട്ടാൻ 2വിൽ എഴുതുവാണെങ്കിൽ 2 എന്ന് പറഞ്ഞ ബോഡിയിൽ എഴുതുവാണെങ്കിൽ എന്തുമായിരിക്കും കൺസെപ്റ്റ്, F22 പ്ലസ് F21 is equal to 1 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയെങ്കിൽ F22 കാണാൻ വേണ്ടി വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി, 1 മൈനസ് F21 ചെയ്താൽ മതി. എത്രയാണ് F21ന്റെ വാല്യൂ, 1 മൈനസ് ദാറ്റ് ഈസ് 1/4 എന്ന് കിട്ടിയിട്ടുണ്ട്. 1 മൈനസ് 1/4. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/4 ചെയ്യുമ്പോൾ വരും 3/4 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. വളരെ നല്ല ഒരു ക്വസ്റ്റ്യൻ, വളരെ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന വ്യൂ ഫാക്ടർ, ഷേപ്പ് ഫാക്ടർ, ജോമെട്രിക് ഫാക്ടർ എന്നൊക്കെ പറയുന്ന നമ്മുടെ റേഡിയേഷൻ, ഹീറ്റ് ട്രാൻസ്ഫർ റേഡിയേഷൻ എന്നുള്ള ചോദ്യമാണ്. വളരെ കൺസെപ്റ്റ് അറിയാവുന്നവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. നല്ല വെയിറ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെയെങ്കിൽ ആൻസർ നമുക്ക് കിട്ടുന്നത് 3/4 എന്ന് കിട്ടും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എല്ലാം പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകട്ടെ. 11th question. Sorry, 12th question. For an air standard auto cycle,
ഒരു ഓട്ടോ സൈക്കിളിനെ സംബന്ധിച്ച കാര്യമാണ് പറയുന്നത്. ഓട്ടോ സൈക്കിളിൽ എന്താണ് കൺസെപ്റ്റ്? കംപ്രഷൻ റേഷ്യോ മോർ ആണോ എക്സ്പാൻഷൻ റേഷ്യോക്കാളും? എക്സ്പാൻഷൻ റേഷ്യോ മോർ ആണോ കംപ്രഷൻ റേഷ്യോക്കാളും? രണ്ടും ഈക്വൽ ആണോ? അതോ നമുക്ക് പറയാൻ കമ്പയർ ചെയ്യാൻ പറ്റൂല എന്നാണ് ഓപ്ഷൻ. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് കോർ അറിഞ്ഞിരിക്കണം. സ്വാഭാവികമായിട്ടും IC എഞ്ചിൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓട്ടോ സൈക്കിൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സൈക്കിൾ എന്ന് അറിയാം. ശരിക്കും പറഞ്ഞാൽ ഓട്ടോ സൈക്കിളിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓട്ടോ സൈക്കിൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കാറുള്ളത്. ചീസിന്റെ PV ഡയഗ്രാം, ഹിയർ ടു കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്, ദെൻ അഡിയബാറ്റിക് പ്രോസസ്. ഇതാണ് എന്ത് ഓട്ടോ സൈക്കിൾ. 1 2 3 4 ഇതാണ് ഓട്ടോ സൈക്കിൾ. ഓക്കെ, അപ്പം നമുക്കറിയാം ഓട്ടോ സൈക്കിൾ ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ഓട്ടോ സൈക്കിൾ ഒക്കെ വരുന്നത് ശരിക്കും നമ്മുടെ ഒരു ബേസിക് സൈക്കിൾ വേണമെങ്കിൽ ഡ്യുവൽ സൈക്കിൾ ആണെന്ന് പറയും. ഓക്കെ, ഡ്യുവൽ സൈക്കിളിനെ കുറിച്ച് പറയുവാണെങ്കിൽ 2 കോൺസ്റ്റന്റ് വോളിയം ഒരു കോൺസ്റ്റന്റ് പ്രഷറും കണക്ട് ചെയ്താൽ മതി. കണ്ടോ, ഇതാണ് ഡ്യുവൽ സൈക്കിൾ. ദാറ്റ് ഈസ് 1 2 3 4 5. അപ്പം 2 കോൺസ്റ്റന്റ് വോളിയവും ഉണ്ട്, ഒരു കോൺസ്റ്റന്റ് പ്രഷറും ഉണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ എക്സ്പാൻഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് V5/V4 എന്നാണ് എക്സ്പാൻഷൻ റേഷ്യോയുടെ വാല്യൂ വരുന്നത്. ഓക്കെ, V5. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇവിടെ ഈ കാണുന്ന പ്രോസസ് കണ്ടോ, ഈ പ്രോസസ് എവിടെ ഇല്ല? ഓട്ടോ സൈക്കിളിൽ ഇല്ല. ഇത് ഓട്ടോയാണ്, ഓട്ടോ സൈക്കിളിൽ ഇല്ല. അതാണ് കൺസെപ്റ്റ്. അപ്പൊ ഓട്ടോ സൈക്കിളിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓട്ടോ സൈക്കിളിൽ ഈ ഭാഗത്തെ ഹീറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ ആഡ് ചെയ്യുന്ന റേഷ്യോ വിളിക്കുന്ന പേരാണ് കട്ട് ഓഫ് റേഷ്യോ. ഓക്കെ, അപ്പം ഓട്ടോ സൈക്കിൾ എന്തില്ല? ഓട്ടോ സൈക്കിളിൽ ഈ കട്ട് ഓഫ് റേഷ്യോ ഇല്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്ന് വെച്ചാൽ കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പാൻഷൻ റേഷ്യോ ഇൻറ്റു കട്ട് ഓഫ് റേഷ്യോ എന്ന കൺസെപ്റ്റ് ഉണ്ട്. ഇക്വേഷൻ വെച്ച് പറയുന്നതാണ്, പഠിച്ചിരുന്നതാണ്. RK = RE × RC. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു ഓട്ടോ സൈക്കിളിൽ ഏതില്ല? ഈ പറയുന്ന കട്ട് ഓഫ് റേഷ്യോ ഇല്ല. കട്ട് ഓഫ് റേഷ്യോ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും RK = എന്ത് വരും? RE എന്ന് വരും. ഇല്ലെന്ന് പറഞ്ഞാൽ അത് = 1 എന്നാണ് അർത്ഥം. സോ RK = RE എന്ന് വരും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഫോർ ആൻ ഓട്ടോ സൈക്കിൾ ദാറ്റ് കംപ്രഷൻ റേഷ്യോ = എക്സ്പാൻഷൻ റേഷ്യോ ആയിരിക്കും എന്നാണ് അർത്ഥം. സോ കംപ്രഷൻ റേഷ്യോ = എക്സ്പാൻഷൻ റേഷ്യോ. ഓട്ടോ സൈക്കിളിന്റെ കൺസെപ്റ്റ് കിട്ടിയില്ല, സിംപ്ലി ആൻസർ കിട്ടി. നമ്മൾ സൈക്കിൾസ് എല്ലാം അറിഞ്ഞിരിക്കണം. ഓട്ടോ, ഡീസൽ, ഡ്യുവൽ, എറിക്സൺ, സ്റ്റിർലിംഗ്, റാങ്കൈൻ, ബ്രേട്ടൺ എല്ലാ സൈക്കിളും നമുക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകാമല്ലോ. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് വ്യക്തി ഞാൻ പറഞ്ഞു. കംപ്രഷൻ റേഷ്യോ = എക്സ്പാൻഷൻ റേഷ്യോ ഫോർ ആൻ ഓട്ടോ സൈക്കിൾ, സ്റ്റാൻഡേർഡ് ഓട്ടോ സൈക്കിൾ. ഓക്കെ, 13th question. Which gas among the following has the highest വാല്യൂ ഓഫ് അഡയബാറ്റിക് ഇൻഡെക്സ് എന്നാണ് ചോദ്യം. വളരെ നല്ലൊരു ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്ന ഗ്യാസുകളിൽ ഏതിനാണ് അഡയബാറ്റിക് ഇൻഡെക്സ് കൂടുതൽ? അപ്പം ചോദ്യം അഡയബാറ്റിക് ഇൻഡെക്സ് എന്താണെന്നല്ല, വാട്ട് യു മീൻ ബൈ അഡയബാറ്റിക് ഇൻഡെക്സ്? ഗാമ, ഗാമയെ കുറിച്ചാണ് ചോദ്യം. ഓക്കെ, ഗാമ അല്ലെങ്കിൽ എന്ന് പറയാം ഗാമ. അപ്പം ഗാമയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയേണ്ടത് ഹയസ്റ്റ് വാല്യൂ ഓഫ് അഡയബാറ്റിക് ഇൻഡെക്സ് ആരാന്നാണ് ചോദ്യം. അഡയബാറ്റിക് ഇൻഡെക്സ് ഏറ്റവും കൂടുതൽ ആർക്കാണെന്ന് മാത്രമേ ചോദ്യം ചോദിച്ചുള്ളൂ. അല്ലാതെ ഹയസ്റ്റ് വാല്യൂ അഡയബാറ്റിക്, അത്രേ ഉള്ളൂ. അഡയബാറ്റിക് ഇൻഡെക്സിന്റെ ഹയസ്റ്റ് വാല്യൂ ഏതിനാണ് ചോദ്യം. അപ്പൊ നമ്മൾ നോക്കണം എന്താണ് അഡയബാറ്റിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓട്ടോ സൈക്കിൾ എഫിഷ്യൻസി എടുക്കുമ്പോൾ എഫിഷ്യൻസി ഓഫ് ഓട്ടോ ഈസ് 1 - 1/RK⁻⁻1. ഞാനിപ്പോ ചെയ്യുന്നത് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത, അതുകൊണ്ട് പറയുന്നേ ഉള്ളൂ. RK⁻⁻1. ഇവിടെ അറിയാം RK കൂടുവാണെങ്കിൽ ആര് കൂടും? എഫിഷ്യൻസി കൂടും. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്. അതേ കൂട്ടി തന്നെ മറ്റൊരു കൺസെപ്റ്റ് ഉണ്ട്, ഗാമ. അഡയബാറ്റിക് ഇൻഡെക്സ് ഇവിടുത്തെ കൂടുവാണെങ്കിൽ എന്ത് സംഭവിക്കും? എഫിഷ്യൻസിക്ക് എഫിഷ്യൻസി അപ്പോഴും കൂടും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോണം. ഈ ക്വസ്റ്റിനെ മറ്റൊരു രീതി ചോദിക്കാം. ഏതിനാണ് താഴെ തന്നിരിക്കുന്നത് ഏത് ഗ്യാസ് അല്ലെങ്കിൽ ഏത് ഉപയോഗിക്കുമ്പോഴാണ് എഫിഷ്യൻസി കൂടുന്നത് എന്ന് ചോദിക്കാം. അപ്പോഴും ഇത് തന്നെ വരുന്നത്. ഇപ്പൊ ചോദിച്ചാൽ എന്തുവാ? ഈ ഗാമയുടെ വാല്യൂ ഏതിനാണ് കൂടുതലെന്നാ. അപ്പൊ ഗാമയുടെ വാല്യൂ കൂടുതൽ എന്ത് കൂടുതലായിരിക്കും? എഫിഷ്യൻസി കൂടുതലായിരിക്കും. നമ്മൾ ഇപ്പൊ ചോദ്യം എന്ത് മാത്രമേ ഉള്ളൂ? ഗാമയുടെ വാല്യൂ ഏതിനാണ് കൂടുതലെന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഗാമ എന്ന് പറയുന്ന ഇക്വേഷൻ, അഡയബാറ്റിക് ഇൻഡെക്സ് അല്ലെങ്കിൽ ഗാമയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1+2/n എന്നാണ്. പണ്ട് +1 +2 പഠിച്ചിട്ടുള്ളതാണ്. 1+2/n എന്നാണ്. ഓക്കെ, ഹിയർ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നാണ്. ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ട് ഗ്യാസ് ഉള്ളത്, ഒന്നാമത്തെ ഗ്യാസിനെ നമ്മൾ വിളിക്കുന്നത് മോണോ അറ്റോമിക് ഗ്യാസ് ഉണ്ട്. മോണോ അറ്റോമിക് ഗ്യാസ്. ഈ മോണോ അറ്റോമിക് ഗ്യാസിന്റെ ഈ കാണുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗാമയുടെ വാല്യൂ കിട്ടുന്നത് 1.67 എന്നാണ്. ചെയ്ത് നോക്കിയാൽ കറക്റ്റ് കിട്ടും കേട്ടോ. അതാണ് മോണോ അറ്റോമിക് ഗ്യാസിന്റെ ഗാമ. ഇനി അടുത്തത് ഡയ അറ്റോമിക് ഗ്യാസ്. ഡയ അറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ ഈ പറയുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. സോ ഗാമ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടുന്നത് 1.4 എന്ന് കിട്ടും. ഓക്കെ, ദെൻ തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് വിച്ച് ഈസ് പോളി അറ്റോമിക് ഗ്യാസ് ആണ്. അവിടുത്തെ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. ഗാമയുടെ വാല്യൂ നമുക്ക് 1.33 ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി കുറച്ച് സ്പെഷ്യൽ കേസ് ഉണ്ട് ഗാമയുടെ കാര്യങ്ങൾ. എയർ, അതുകൊണ്ട് തന്നെ ഓക്സിജൻ,
നൈട്രജൻ. ഓക്സിജൻ നൈട്രജനൊക്കെ ഓൾറെഡി എന്താ ഡയാറ്റോമിക് ആണ്. ഇതിന്റെ എല്ലാം വാല്യൂ എന്തായിരിക്കും എന്ന് പറഞ്ഞു വരുന്നത് 1.4 അല്ലെ 1.41 വരെ വരും വാല്യൂ. ഓക്കെ, പിന്നെ ഉള്ളതാണ് എന്ത് നമ്മുടെ മീഥെയിൻ എന്ന് പറഞ്ഞ ഗ്യാസ്. ഇപ്പൊ ക്വസ്റ്റ്യൻ മീഥെയിൻ ഉള്ളതുകൊണ്ടെന്ന് പറയുവാണ്. മീഥെയിൻ ആണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. ദാറ്റ് ഈസ് 1.29. ഏറ്റവും കൂടുതൽ 1.29 ആണ് മീഥെയിന്റെ. ഓക്സിജൻ, മീഥെയിൻ, ഹീലിയം, നൈട്രജൻ. ഇപ്പൊ നോക്കുമ്പോൾ നമുക്കറിയാം ഓക്സിജൻ 1.41 ആണ്, 1.41 ആണ്. മീഥെയിൻ 1.29 ആണ്. അല്ലേ? അപ്പൊ നോക്കൂ, മോണോ അറ്റോമിക് ഗ്യാസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ആൻസർ കിട്ടും. എന്തൊക്കെയാ? ഹീലിയം, നിയോൺ, ആർഗൺ. ഇതൊക്കെ ഈ പോകുന്നതെല്ലാം മോണോ അറ്റോമിക്. 1. ഈസി ആയിട്ട് എഴുതാം. ഈ മോണോ അറ്റോമിക് 1.67. ദെൻ നൈട്രജൻ പറഞ്ഞായിരുന്നു 1.41. നോക്കൂ, ഏതിനാണ് ഏറ്റവും കൂടുതൽ വരുന്നത്? ദാറ്റ് ഈസ് ഫോർ ഹീലിയം. സോ ഹീലിയം ഹാസ് ദ ഹൈയസ്റ്റ് വാല്യൂ ഓഫ് അഡിയാബാറ്റിക് ഇൻഡെക്സ്. ക്ലിയർ? ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ 13. പക്ക. Next question, 14th question. For NH3H2O mixture system existing in two phase in equilibrium, the number of independent properties സയൻസിലും പറയാറുണ്ട്. ഒരു റൂൾ ഉണ്ട്, വിച്ച് ഈസ് ഗിബ്സ്. അറിയാൻ തോന്നുന്നു, ഗിബ്സ് ഫേസ് റൂൾ എന്ന് പറയുന്ന റൂൾ ഉണ്ട്. എന്താണ് റൂൾ പറയുന്നത്? ദാറ്റ്സ് ആൻ ഇക്വേഷൻ ഈസ് ദേർ, ദാറ്റ് ഈസ് P plus F is equal to C plus 2. What is P? P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫേസ് ആണ്. എന്താണ്? നമ്പർ ഓഫ് ഫേസ്. വാട്ട് ഈസ് F? F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോണം, നമ്പർ ഓഫ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയും അല്ലെ. F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നാണ്. ആ ഡിഗ്രി ഓഫ് ഫ്രീഡത്തെ തന്നെ വിളിക്കുന്ന പേരാണ് എന്ത്? ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കാറ് കേട്ടോ. ഇൻഡിപെൻഡന്റ് പ്രോപ്പർട്ടീസ്, അത് തന്നെയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പൊ നമ്മുടെ ചോദ്യം എന്ത് കാണുക? എഫ് കാണാനാണ് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, ദെൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് കമ്പോണൻസ് ആണ്. നമ്പർ ഓഫ് വാട്ട്? കമ്പോണൻസ്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. കമ്പോണൻസ് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? NH3H2O മിക്സ്ചേഴ്സ് ആണ്. അവിടെ അപ്ലൈ ചെയ്യൂ ഗിബ്സ് ഫേസ് റൂൾ. ചെയ്യുമ്പോൾ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തുവാണ്? നമ്പർ ഓഫ് ഫേസസ് ആണ്. NH3H2 എന്ന് പറയുമ്പോൾ എത്ര ഫേസ് വരും? 2 ഫേസ് വരും. ദാറ്റ് ഈസ് ഗ്യാസ് ആൻഡ് ലിക്വിഡ്. ദെൻ 2 ഫേസ്. അപ്പം നമ്മുടെ ഗിബ്സ് ഫേസ് റൂൾ എങ്ങനെ വരും? പിക്ക് വരും 2 പ്ലസ് എഫ് അറിഞ്ഞൂടാ. അതാണ് ഇൻഡിപെൻഡന്റ് പ്രോപ്പർട്ടീസ് കാണാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് ഈക്വൽ ടു സി. സി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കമ്പോണൻസ്. എത്ര കമ്പോണന്റ് ഉണ്ട്? NH3ഉം H2ഉം എത്ര ഉണ്ട്? 2. സോ 2 + 2 എന്ന് വരും. സോൾവ് ചെയ്യണം. F is equal to 4 minus 2, that is 2 എന്ന ആൻസർ കിട്ടും. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമുക്ക് അങ്ങനെ പെട്ടെന്ന് ആരും ചെയ്യത്തില്ല അല്ലെ. ഫോർ H2O മിക്സർ സിസ്റ്റം ടു ഫേസ് ഇൻ ഇക്വിലിബ്രിയം, ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് പ്രോപ്പർട്ടീസ്. അവിടെ നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം ചോദിച്ചാലും മതിയായിരുന്നു. ഒരു വേറെ ഇൻഡിപെൻഡന്റ് പ്രോപ്പർട്ടീസ് അങ്ങനെ ചോദിക്കുമ്പോഴും കിട്ടാൻ മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടിയിരിക്കുന്നത് എഫിന്റെ വാല്യൂ 2 എന്നാണ്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതിനകത്ത് നല്ല ഇന്നർ ഡെപ്തില് തെർമോഡൈനാമിക്സ് ഓർ മെറ്റീരിയൽ സയൻസിനകത്ത് രണ്ടിലും വരുന്നതാണ് ഈ പറയുന്ന ഗിബ്സ് ഫേസ് റൂൾ. ഗിബ്സ് ഫേസ് റൂളിന്റെ ബേസിലാണ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോകട്ടെ. 5th question. Which of the following device is used to find the composition of exhaust gases from IC engine? IC എഞ്ചിനിൽ നിന്നും ചോദ്യം വളരെ ക്ലിയർ ആണ്. IC എഞ്ചിനിലെ എക്സോസ്റ്റ് ഗ്യാസിന്റെ കോമ്പോസിഷൻ കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ഡിവൈസ് ആണ് എന്നാണ് ചോദ്യം. നല്ലൊരു ചോദ്യമാണ് അല്ലെ. ഇത് പെട്ടെന്ന് കാണുമ്പോൾ കുറച്ചു പേർക്കൊക്കെ അറിയാമായിരിക്കും, എങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന 4 ഡിവൈസ് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഡിവൈസ് ബോംബ് കലോറിമീറ്റർ ആണ്. എന്തിനാണ് ബോംബ് കലോറിമീറ്റർ ഉപയോഗിക്കുന്നത്? അത് ഉപയോഗിക്കുന്നത് സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡിന്റെ കലോറിഫിക് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് ബോംബ് കലോറിമീറ്റർ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ബാരോമീറ്റർ. അതെല്ലാവർക്കും ബാരോമീറ്റർ എന്തിനാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് എന്ത്? ഈ പറയുന്ന ബാരോമീറ്റർ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് റോപ്പ് ഡൈനാമോമീറ്റർ. ICG-യുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് റോപ്പ് ഡൈനാമോമീറ്റർ. എവിടെ? ബ്രേക്ക് പവർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഈ പറയുന്ന റോപ്പ് ഡൈനാമോമീറ്റർ. ദെൻ ഓർസാറ്റ് അപ്പാരറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ IC എഞ്ചിന്റെ എക്സോസ്റ്റ് ഗ്യാസസിലെ കോമ്പോസിഷനെ കാണാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന ഓർസാറ്റ് അപ്പാരറ്റസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. ചോദിച്ചത് ഈ IC എഞ്ചിൻസിന്റെ എക്സോസ്റ്റ് ഗ്യാസസിന്റെ കോമ്പോസിഷൻ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നത്
ഏത് അപ്പാരറ്റസ് എന്നാണ് ചോദ്യം, ഡിവൈസ് എന്നാണ്, വിച്ച് ഈസ് ഓർസാറ്റ് അപ്പാരറ്റസ്. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ 4 എണ്ണവും മാറി മാറി ചോദിക്കാം. ഈ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ഡി, വിച്ച് ഈസ് ഓർസാറ്റ് അപ്പാരറ്റസ് എന്ന ആൻസർ വരും. ക്ലിയർ ആണ്. Then 16th question. In an ideal vapor absorption system, the absorbed pressure is equal to the pressure of. അപ്പം വീണ്ടും R&AC-ലേക്ക് റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിലേക്ക് ക്വസ്റ്റ്യൻ പോവുകയാണ്. ചോദിച്ചിരിക്കുന്നത് വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തെ കുറിച്ചാണ് അല്ലെ. വേപ്പർ നമുക്കറിയാം വേപ്പർ കംപ്രഷനും ഉണ്ട്, വേപ്പർ അബ്സോർപ്ഷൻ. എന്താണ് വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിന്റെ സ്കീമാറ്റിക് ഡയഗ്രം? പറയുന്നത് ഒന്നുമില്ല, ഒരു കണ്ടൻസർ ഉണ്ടായിരിക്കും അല്ലെ, കണ്ടൻസർ. ദെൻ ഒരു റെക്ടിഫയർ വേണമെങ്കിൽ ഉപയോഗിക്കാം, റെക്ടിഫയർ. ദെൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ജനറേറ്റർ ഉണ്ടായിരിക്കും, റൈറ്റ്, ജനറേറ്റർ. ഓക്കെ, ദെൻ ജനറേറ്ററിൽ നിന്നും ഒരു പമ്പ് കണക്ട് ചെയ്യണം, പമ്പ്. ഓക്കെ, ദെൻ താഴത്തെ ഡിവൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിച്ച് ഈസ് വൺ ഈസ് അബ്സോർബർ ഉപയോഗിക്കണം. അബ്സോർബർ മുമ്പ് ശരിക്കും പറഞ്ഞാൽ ആര് വേണം? അബ്സോർബർ മുമ്പ് ആര് വേണം? ഇവാപ്പറേറ്റർ ഉറപ്പായിട്ട് ഉണ്ടായിരിക്കണം അല്ലേ, ഇതൊരു റെഫ്രിജറേറ്റർ അല്ലേ. സോ ഇവാപ്പറേറ്റർ, ദെൻ ഇവിടെ അബ്സോർബർ, റൈറ്റ്, അബ്സോർബർ. ദെൻ ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇപ്പുറത്ത് എന്തുണ്ടാവും, എപ്പോഴും ഒരു വാൽവ് ഉണ്ടാവും, വേറെ എന്തുവാ, ത്രോട്ട്ലിംഗ് വാൽവ് അല്ലെ, എക്സ്പാൻഷൻ വാൽവ് അല്ലെങ്കിൽ ത്രോട്ട്ലിംഗ് വാൽവ്. ഇതാണ് ഒരു വേപ്പർ അബ്സോർപ്ഷന്റെ സ്കീമാറ്റിക് ഡയഗ്രം. എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ചോദിച്ചിരിക്കുന്നത് ദ അബ്സോർബ് പ്രഷർ ഈസ് ഈക്വൽ ടു ദ പ്രഷർ ഓഫ്. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഈ മുകളിൽ കാണുന്ന ഈ ലൈൻസ് എല്ലാം ഒറ്റ പ്രഷർ വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ്. ഡയഗ്രാം വരയ്ക്കുമ്പോൾ അറിയാം ഒറ്റ പ്രഷർ ആണ്, അത് P1 കൊടുത്തോളൂ. ഓക്കെ, ദെൻ താഴെ കാണുന്ന ഈ ഡിവൈസ് എല്ലാം കോൺസ്റ്റന്റ് പ്രഷർ, ഒറ്റ പ്രഷർ വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ്, അത് P2 ആണെങ്കിൽ. ഇനി വളരെ എളുപ്പമാണ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? അബ്സോർബർ പ്രഷറിന്റെ അതേ പ്രഷറിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസ് ഏതാണ് ചോദ്യം. എവിടെയാണ് അബ്സോർബർ? താഴെയാണ് അല്ലെ, P2ലാണ് വർക്ക് ചെയ്യുന്നത്. അബ്സോർബർ പ്രഷറിന്റെ അതേ പ്രഷറിൽ വർക്ക് ചെയ്യുന്ന ആരാ ഉള്ളത്? ഇവാപ്പറേറ്റർ. സോ ക്വസ്റ്റ്യൻ ആൻസർ ഈസ് ഇവാപ്പറേറ്റർ. സിമ്പിൾ. ഡയഗ്രാം അറിയാമെങ്കിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കും. ഇനി വേണമെങ്കിൽ ചോദ്യം മാറി ചോദിക്കാം, ഈ വേപ്പർ അബ്സോർപ്ഷൻ കണ്ടൻസർ പ്രഷർ ഈക്വൽ ആയിട്ടുള്ളത് ഏതാണ്? ഇത് കാണുന്ന എല്ലാം റെക്ടിഫയറും ജനറേറ്ററും എല്ലാം വർക്ക് ചെയ്യുന്നത് കണ്ടൻസർ പ്രഷറാണ്, ഹൈ പ്രഷറാണ്, ദിസ് ലോ പ്രഷർ, റൈറ്റ്. സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഒരു ആൻസറേ ഉള്ളൂ. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം നമ്മുടെ സിമ്പിൾ, നമ്മുടെ R&AC-ക്കകത്തെ ഒരു ഫണ്ടമെന്റൽ ടു സിസ്റ്റം. വൺ ഈസ് വേപ്പർ അബ്സോർപ്ഷൻ ആൻഡ് അനദർ വൺ ഈസ് വേപ്പർ കംപ്രഷൻ. അത് രണ്ടും നന്നായിട്ട് അറിഞ്ഞിരിക്കണം, എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. ക്ലിയർ. 17th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലോവസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചർ ഓഫ് ഹീറ്റ് റിജക്ഷൻ ഫോർ എ പ്രാക്ടിക്കലി ഫീസിബിൾ എഞ്ചിൻ ഈസ്. വളരെ നല്ലൊരു ചോദ്യം അല്ലെ. എന്താണ് ചോദ്യം ചോദിക്കുന്നത്? സോറി എന്നിട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ലോവസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചർ എന്തിന്റെ? ഹീറ്റ് റിജക്ഷന്റെ. എന്തിന്റെ കേസിൽ? ഫീസിബിൾ എഞ്ചിൻ. ഒരു എഞ്ചിന്റെ കേസിൽ, ഒരു ഹീറ്റ് എഞ്ചിന്റെ കേസിൽ ലോവസ്റ്റ് അല്ലെ. ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ ടെമ്പറേച്ചറിനിടയ്ക്കും അല്ലെ, ഒരു ഹൈ ടെമ്പറേച്ചറിനിടയ്ക്കും ഒരു ലോ ടെമ്പറേച്ചറിനിടയ്ക്കും വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ് ഹീറ്റ് എഞ്ചിൻ. ഹീറ്റ് എഞ്ചിനെ സംബന്ധിച്ച് അത് വർക്ക് നെറ്റ് പുറത്തേക്ക് കളയും. ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഈ ഹീറ്റ്, ഇവിടെ ഹീറ്റ് അബ്സോർപ്ഷൻ സപ്ലൈ കൊടുക്കാം, ഇത് ഹീറ്റ് റിജക്ഷൻ കൊടുക്കാം. ഓക്കെ, ഹീറ്റ് റിജക്ട് ചെയ്യുന്ന എത്ര മിനിമം ടെമ്പറേച്ചർ ആണ് ചോദിക്കുന്നത്? ലോവസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചർ. സ്വാഭാവികമായിട്ടും ഓപ്ഷൻ നോക്കുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, 0 കെൽവിൻ ഉണ്ട്, ദെൻ 273.15 ഉണ്ട് അല്ലെ. നമുക്ക് റിയൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഏത് എഞ്ചിനെയും നമ്മൾ ഫീസിബിൾ എഞ്ചിൻ എന്ന് പറയാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഹീറ്റ് റിജക്ഷൻ നടക്കാവുന്ന ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ ഓർത്തിന്നോണം, വിച്ച് ഈസ് ആംബിയന്റ് ടെമ്പറേച്ചർ ആണ്. ഇതാണ് ആംബിയന്റ് ടെമ്പറേച്ചർ. കാരണം പ്രാക്ടിക്കലി റിജക്ട് ചെയ്യാൻ കഴിയുന്നത് അറ്റ്മോസ്ഫിയറിലേക്കേ പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ അങ്ങോട്ടും പറ്റും. അപ്പൊ അറ്റ്മോസ്ഫിയറിലേക്ക് വേണം ആംബിയന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അല്ലെ. യൂണിവേഴ്സിൽ പോസിബിൾ ആയിട്ടുള്ള മിനിമം ടെമ്പറേച്ചർ ആണ് ചോദിച്ചത് നമുക്ക് പറയുന്നത്. അതെന്തുവാ? 273 അല്ല, ദാറ്റ് ഈസ് -273 അല്ലെ, -273.15 ഡിഗ്രി സെൽഷ്യസ്. ഏതാ ഞാൻ ഈ പറയുന്നത്? യൂണിവേഴ്സില് പോസിബിൾ ആയിട്ടുള്ള മിനിമം ടെമ്പറേച്ചർ ആണ്. ഇതിനെ മറ്റൊരു രീതി പറയുന്നതാണ് 0 കെൽവിൻ. കണ്ടോ, 0 കെൽവിൻ അല്ലെ. അത് നമുക്ക് പറ്റത്തില്ല. അത് യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ലോവസ്റ്റ് ടെമ്പറേച്ചർ ആണ് 0 കെൽവിൻ. അബ്സല്യൂട്ട് 0 എന്നൊക്കെ പറയാറുള്ള 0 കെൽവിൻ അല്ലെങ്കിൽ -273.1. നമുക്ക് ഒരിക്കലും റിജക്ട് ചെയ്യാൻ പറ്റൂല. നമുക്ക് റിജക്ട് ചെയ്യാൻ മാക്സിമം പറ്റുന്ന എങ്ങോട്ടാണ്? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലേക്കാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആംബിയന്റ് ടെമ്പറേച്ചർ. അതുകൊണ്ട് ഒരു പ്രാക്ടിക്കലി ഫീസിബിൾ ആയിട്ടുള്ള എഞ്ചിന് ലോവസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചർ റിജക്ഷൻ എന്ന് ചോദിച്ചാൽ വിച്ച് ഈസ് ആംബിയന്റ് ടെമ്പറേച്ചർ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം പക്കയായിട്ട് ഡെപ്ത് അറിയാത്തവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്ലിയർ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ 17th ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലൂടെ പോകട്ടെ. 18th question. The accumulation of carbon in cylinder result in increase of dash. Increase of dash അല്ലെ പറഞ്ഞിരിക്കുന്നത്. ഈ കാർബണിന്റെ അക്യുമുലേഷൻ കാരണം
നമ്മുടെ എഞ്ചിനകത്ത് എന്ത് സംഭവിക്കും അതാണ് അറിഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പം ഒരു സിലിണ്ടർ എടുക്കുവാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് സിലിണ്ടർ വരയ്ക്കുമ്പോൾ നമ്മൾ ഒരു ഐസി എഞ്ചിന്റെ കാര്യമാണ് പറയുന്നത്. സിലിണ്ടർ ഉണ്ട്, സിലിണ്ടർ വരയ്ക്കുന്നത് ഇങ്ങനെയാണ് ഒരു ഐസി എഞ്ചിൻ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് അല്ലെ. വരയ്ക്കുന്നത് ഇങ്ങനെ ഇരിക്കും. ഇതിനകത്ത് പിസ്റ്റൺ ഇവിടെ ഉണ്ട്, മുകളിൽ വാൽവ്സ് ഉണ്ട്. ഓക്കെ, ദെൻ പിസ്റ്റൺ മൂവ് ചെയ്യുന്നത് TDC തൊട്ട് TTC വരെയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ TDC ടു BT താഴോട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ ക്രാങ്ക് ഷാഫ്റ്റും കണക്ടിംഗ് റോഡും ഒക്കെ ഉണ്ട്, അത് നമ്മൾ പറയുന്നില്ല. ഇവിടെ 2 വോളിയം ഉണ്ട്. ഈ TDC ഇതിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആര്? പിസ്റ്റൺ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പിസ്റ്റൺ വർക്ക് ചെയ്യുന്ന 2 വോളിയം. ഒരു വോളിയം എന്ന് പറഞ്ഞാൽ ക്ലിയറൻസ് വോളിയം VC, രണ്ടാമത്തെ വോളിയം സ്വിഫ്റ്റ് വോളിയം VS. ഓക്കെ, അങ്ങനെയെങ്കിൽ കാർബണിന്റെ അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ കാർബൺ ഇതിനകത്ത് ഈ നമ്മുടെ ഫ്യൂവല് കത്തി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കാർബൺ കണ്ടന്റ് ഉണ്ടാവും. ഈ കാർബൺ കണ്ടന്റ് ഇതിന്റെ മുകളിൽ വന്ന് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. മനസ്സിലായോ? കാർബൺ കണ്ടന്റ് ഇങ്ങനെ മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പം മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കാരണം എന്ത് സംഭവിക്കും? ശ്രദ്ധിച്ച് നോക്കണം, ആൻസർ തെറ്റാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് നമ്മൾ ക്ലിയറൻസ് വോളിയത്തിലേക്ക് നോക്കും. ക്ലിയറൻസ് വോളിയത്തിന് എന്ത് സംഭവിക്കുകയോ ചെയ്യുന്നത്? ക്ലിയറൻസ് വോളിയം സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? കുറയും. ക്ലിയറൻസ് വോളിയം കുറയും. അപ്പൊ ഇവിടെ ക്ലിയറൻസ് വോളിയം ഇൻക്രീസ് ചെയ്യുന്ന എന്താണ് ചോദ്യം? ഇൻക്രീസ് ചെയ്യുന്ന എന്താണ് ചോദ്യം? ക്ലിയറൻസ് വോളിയം അല്ല. കാരണം ക്ലിയറൻസ് എന്ത് ചെയ്യുക? ക്ലിയറൻസ് വോളിയം കുറയുക. അങ്ങനെ ക്ലിയറൻസ് വോളിയം കുറയുന്നതാണ് എന്ത് സംഭവിക്കും? ഐസി എഞ്ചിനിൽ അറിയാം, നമുക്ക് നേരത്തെ പഠിച്ചായിരുന്നു. കംപ്രഷൻ റേഷ്യോ RK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VS പ്ലസ് VC ബൈ VS എന്നാണ്, VC എന്നാണ് ഇക്വേഷൻ. ഓക്കെ, സ്വാഭാവികമായിട്ടും ഇവിടെ നോക്കുമ്പോൾ ഈ പറയുന്ന ക്ലിയറൻസ് വോളിയം കുറയുകയാണെങ്കിൽ, കാണൂ, ക്ലിയറൻസ് വോളിയം കുറയുവാണെങ്കിൽ ഈ RKയുടെ വാല്യൂ എന്ത് ചെയ്യും? കൂടും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് ഇൻക്രീസ് ഈ പറയുന്ന കാർബൺ നോക്കണം, കാർബൺ ഡെപ്പോസിറ്റ് കൂടുമ്പോൾ ക്ലിയറൻസ് വോളിയം കുറയുകയും, ക്ലിയറൻസ് വോളിയം കുറയുന്നത് കാരണം എന്ത് കൂടും? കംപ്രഷൻ റേഷ്യോ കൂടുകയും ചെയ്യും. കംപ്രഷൻ റേഷ്യോ കൂടുവാണെങ്കിൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 1 - 1 RK റേസ് ടു γ-1 എന്നാണ്. RK കംപ്രഷൻ റേഷ്യോ കൂടിക്കഴിഞ്ഞാൽ ആര് കൂടും? എഫിഷ്യൻസിയും കൂടും. അപ്പൊ എന്ത് പറ്റും? ഇൻക്രീസ് ചെയ്യുന്ന സാധനം ഏതാ? എഫക്റ്റീവ്ലി എഫക്റ്റീവ് കംപ്രഷൻ റേഷ്യോ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. എഫക്റ്റീവ് കംപ്രഷൻ റേഷ്യോ കൂടുന്നതായിട്ട് കാണാൻ പറ്റും. വോളിയോമെട്രിക് എഫിഷ്യൻസി അല്ല കേട്ടോ, വോളിയോമെട്രിക് എഫിഷ്യൻസി അല്ല, തെറ്റാണ്. കാരണം ഏത് എഫിഷ്യൻസിയാ ഇത്? ഏത് എഫിഷ്യൻസിയാ? തെർമൽ എഫിഷ്യൻസിയാണ് കേട്ടോ, ഹീറ്റ് ആണെന്നുള്ളത്. ഞാനിപ്പോ പറഞ്ഞത് എവിടം വരെ ശരിക്കും പറഞ്ഞാൽ മതി, ഇവിടം വരെ പറഞ്ഞാൽ മതി. ഞാൻ മൊത്തം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്തുവാ? VC അഥവാ കാർബൺ കണ്ടന്റ് കൂടുമ്പോൾ VC കുറയും. VC കുറയുന്നതാണ് ആര് കൂടും? കംപ്രഷൻ റേഷ്യോ കൂടും. അതുവരെ മതി. എഫക്റ്റീവ് കംപ്രഷൻ. അഥവാ ഓപ്ഷൻ എഫക്റ്റീവ് കംപ്രഷൻ റേഷ്യോ ഇല്ലെങ്കിൽ എന്ത് കൊടുക്കണം? എഫിഷ്യൻസി അല്ലെ. എഫക്റ്റീവ് എഫിഷ്യൻസി ഓർ തെർമൽ എഫിഷ്യൻസി കൂടും. വോളിയോമെട്രിക് എഫിഷ്യൻസി അല്ല, തെർമൽ എഫിഷ്യൻസി കൂടും. അപ്പൊ ഇവിടെ ഇൻക്രീസ് ചെയ്യുന്ന കാര്യം എന്താണ്? ഓപ്ഷനിൽ നിന്നും എഫക്റ്റീവ് കംപ്രഷൻ റേഷ്യോ നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകട്ടെ. 19th question. Okay, a heat pump working on a reversed Carnot cycle has a COP of 5 if it works as a refrigerator and consumes 2 kilowatt power. The heat absorbed by the refrigerator will be. വളരെ നല്ല ചോദ്യമാണ്. 2 കാര്യങ്ങളെ കൺസെപ്റ്റ്, തെർമോഡൈനാമിക്സിന്റെ ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ആണ്. ഒന്ന് ഹീറ്റ് പമ്പ്, റെഫ്രിജറേറ്റർ. ആദ്യം അറിയേണ്ടത് ഹീറ്റ് പമ്പ് റെഫ്രിജറേറ്റർ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ റെഫ്രിജറേറ്ററിന്റെ COP എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു COP ഓഫ് HP -1 ആയിരിക്കും. അറിഞ്ഞിരിക്കണം. വളരെ ഫണ്ടമെന്റൽ ഇക്വേഷൻ. ഈ ചോദ്യത്തിലേക്ക് പോകാം. ഒരു ഹീറ്റ് പമ്പ് ഉണ്ട്, വർക്ക് ചെയ്യുന്നത് കാർനോട്ട് സൈക്കിൾ ആണ്. ഹാസ് എ COP. ഹീറ്റ് പമ്പിന്റെ COP പറഞ്ഞിട്ടുണ്ട്. COP ഓഫ് ഹീറ്റ് പമ്പ് ഇസ് ഈക്വൽ ടു 5 എന്നാണ്. ഇഫ് ഇറ്റ് വർക്ക്സ് ആസ്, അത് റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുവാണെങ്കിൽ, ആൻഡ് കൺസ്യൂംസ് 2 കിലോവാട്ട് പവർ. അപ്പൊ അവിടുത്തെ പവർ പറഞ്ഞിട്ടുണ്ട് അല്ലെ. പവർ എന്ന് പറഞ്ഞാൽ 2 കിലോവാട്ട് ആണ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യുവിന്റെ വാല്യൂ ആണ്. എപ്പോ ഹീറ്റ് പമ്പ് റെഫ്രിജറേറ്റർ ആകുമ്പോൾ ഉള്ള കാര്യമാണ്. വർക്കിന്റെ വാല്യൂ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 2 കിലോവാട്ട് ആണ് പറഞ്ഞിട്ടുണ്ട്. ദ ഹീറ്റ് അബ്സോർബ്ഡ്, അങ്ങനെയാണെങ്കിൽ റെഫ്രിജറേറ്റർ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് അബ്സോർബ് ബൈ റെഫ്രിജറേറ്റർ ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന എത്രയാണെന്നാണ് ചോദ്യം. നമുക്ക് ചെയ്യാം. നോക്കൂ, COP ഓഫ് HP കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് COP ഓഫ് RF കണ്ടുപിടിക്കാമല്ലോ. COP ഓഫ് REF എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഞാൻ മുകളിൽ പറഞ്ഞ ഇക്വേഷൻ അല്ലേ, ഇതിൽ നിന്നും എങ്ങനെയോ കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ ചെയ്യാം? ഒന്നുമില്ല. 5 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 4 എന്ന് വരും. ക്ലിയർ? 4 എന്ന് കിട്ടി. COP ഓഫ് റെഫ്രിജറേറ്റർ കിട്ടി, 4 കിട്ടി. ഇനിയും COP ഓഫ് റെഫ്രിജറേറ്ററിനുള്ള ഇക്വേഷൻ എന്താണ്? COP ഓഫ് റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം, ഓൾറെഡി നേരത്തെ ചെയ്തതാണ്, QL. നമ്മൾ ഇവിടെ എടുക്കുവാണെങ്കിൽ ഞാൻ നോക്കണം, ശ്രദ്ധിച്ചോണേ. ഇത് ലോ ടെമ്പറേച്ചർ, ഇത് ഹൈ ടെമ്പറേച്ചർ ഇടയ്ക്കാണ് വരുന്നെങ്കിൽ ഇത് വലിച്ചെടുക്കുന്നതിന് QL എന്ന് കൊടുക്കുക കേട്ടോ. ഇവിടെ QS സപ്ലൈ ചെയ്യുന്ന QS, അല്ലെങ്കിൽ റിജക്ട് ചെയ്യുന്ന QR എന്ന് കൊടുക്കാം. ഓക്കെ, ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ കൊടുത്താൽ മതി, പോട്ടെ, റിജക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ചോദ്യം എന്ത് കാണാനാണ്? ഹീറ്റ് അബ്സോർബ്, QL കാണാനാണ് കേട്ടോ. QL കാണാനാണ് ചോദ്യം. ശ്രദ്ധിക്കൂ. അപ്പം COP റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ലോ ഹീറ്റ് ബൈ W നെട്ടും ചെയ്താൽ മതി. ഓക്കെ, ദെൻ നമുക്കപ്പോ ഇവിടുന്ന് ഈസി ആയിട്ട് ആൻസർ കിട്ടും. എന്താ? ഓൾറെഡി റെഫ്രിജറേറ്ററിന്റെ COP അറിയാം. W നെറ്റ് ക്വസ്റ്റൻ 2 കിലോവാട്ട്. ദെൻ
QL എന്ത് വരും? QL is equal to ലോ ഹീറ്റ് അല്ലെങ്കിൽ വലിച്ചെടുക്കുന്ന ഹീറ്റ്, അബ്സോർബ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു COP into W net. ദാറ്റ് ഈസ് ഈക്വൽ ടു COP എത്രയാണ്? 4 ആണ്. ഇൻറ്റു W net എത്രയാണ്? 2 ആണ്. എത്ര വരും? 8 kilowatt എന്ന ആൻസർ വരും. ഈസി ആയിട്ട് 8 kilowatt എന്ന ആൻസർ ഒബ്റ്റെയിൻ ചെയ്യും. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഈസി ആയിട്ട് കിട്ടുന്ന സാധനമാണ്, പക്ഷേ കുറച്ച് ഫണ്ടമെന്റൽ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം അല്ലെ. COP റെഫ്രിജറേറ്റർ എന്താണ്, COP ഹീറ്റ് പമ്പ് എന്താണ്, ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ ആൻസർ കിട്ടൂ. ക്ലിയർ ആണ്? 19th ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ ഫോർ 19th ക്വസ്റ്റ്യൻ. 20th ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എ ക്യൂബിക്കൽ ബ്ലോക്ക് ഓഫ്, ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ചെയ്തു പോകുന്നത്. അതനുസരിച്ച് അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക്, ഇതിപ്പോ ഞാൻ ചെയ്തതിനകത്ത് മിക്കതും പല പല സബ്ജക്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാം ഒരു ക്വസ്റ്റ്യൻസ് അല്ല, പല സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് അതിനെ ആ രീതിയിൽ വേണം കാണാനായിട്ട്, എങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ചോദ്യത്തിലേക്ക് പോകാം. എ ക്യൂബിക്കൽ ബ്ലോക്ക് ഓഫ് വുഡ് of 1 meter side and density 500 kilogram per meter cube. Okay, floats in a sea water of density 1000 kilogram per meter cube. The depth of immersion of the block is. വളരെ നല്ലൊരു ചോദ്യം അല്ലെ. വീണ്ടും ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ചോദ്യമാണ്. ഒരു ക്യൂബിക്കൽ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ഒരു ക്യൂബിക്കൽ ബ്ലോക്ക് ഇങ്ങനെ ഒരു ക്യൂബിക്കൽ ബ്ലോക്ക് ഉണ്ട്. ക്ലിയർ? ഡൺ. ഒരു ക്യൂബിക്കൽ ബ്ലോക്ക് ഉണ്ട് of wood of 1 meter side and density 500 kilogram per meter cube floats in sea water. സീ വാട്ടറിലാണ് എന്ത് ചെയ്യുന്നത്? ഫ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, സീ വാട്ടർ ഡെൻസിറ്റി അപ്പൊ ഫ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരയ്ക്കും, ഇങ്ങനെ വായിക്കും. സീ വാട്ടർ ഡെൻസിറ്റി, സീ വാട്ടറിന്റെ അറിയാം എത്രയാണ്? റോ ഇസ് ഈക്വൽ ടു 1000 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഡെപ്ത് ഓഫ് ഇമ്മേർഷൻ എത്രയെന്നാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഈ കാണുന്ന ഡെപ്ത് H എത്രയെന്നാണ് ചോദ്യം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം ഇത് ബയോൺസി അല്ലെ. ബയോൺസി എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ നിന്ന് വരുന്നതാണ്. താഴേക്ക് ഒരു വെയിറ്റ് കൊടുക്കുന്നുണ്ട്, ഒരു വെയിറ്റ് താഴേക്കുണ്ട് അല്ലെ. ആ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? താഴെ എന്നുള്ള ബയോൺസി ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ ഡയമെൻഷൻ 1 മീറ്റർ ആണ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബയോൺസി ഫോഴ്സിന് ഈക്വൽ ആണെങ്കിൽ നമുക്കറിയാം ബയോൺസി ഫോഴ്സ് എങ്ങനെ എഴുതാം? FB is equal to സ്വാഭാവികമായിട്ടും റോ GAH എന്ന് കൊടുക്കാം അല്ലെ. എന്ത് വരും? റോ GAH എന്ന് പറയുമ്പോൾ എത്ര വരും? ദാറ്റ് ഈസ് 1000 into G into ടിയുടെ വാല്യൂ തന്നിട്ടില്ല. A 1 into 1 കൊടുക്കാം. 1 അല്ലേ? 1 into 1 into H. ഓക്കെ, ദെൻ ഡിവൈഡഡ് ബൈ നോക്കണം. H എന്ന് പറഞ്ഞ സാധനം ദാറ്റ് ഈസ് ഈക്വൽ ടു, അടുത്ത ഇത് കിട്ടി, ഡിവൈഡ് അല്ല, ഇത് കിട്ടി, FB കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വെയിറ്റ് ഈസ് ഈക്വൽ ടു ഓൾറെഡി അറിയാം റോ GB എന്ന് ഇക്വേഷൻ. റോ GB എന്തിന്റെ റോ ആണ്? റോ എന്ന് പറയുന്നത് എന്തിന്റെ റോ ആയിരിക്കും? ദാറ്റ് ഓഫ് ബോഡിയുടെ ആണ് അല്ലെ, ബ്ലോക്കിന്റെ ആണ്. ബ്ലോക്കിന്റെ റോ എന്ന് പറയുന്നത് എത്രയാണ്? 500 into G into V. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 into 1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബ്ലോക്കിന്റെ കാര്യം. മുമ്പേ പറഞ്ഞ എന്തിന്റെ കാര്യമാണ്? ബയൻസി ഫോഴ്സ് എവിടെ വരെ വരുള്ളൂ? വെള്ളം വരുന്നിടം വരെ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എന്തെടുത്തത്? H എടുത്തത്. അല്ലെ, ശരിയല്ലേ? റോ GB എന്നാണ് ഇവിടെ ഇക്വേഷൻ. ആ V പറയുമ്പോൾ 1 into 1 into H എന്ന് പറയും. അതുകൊണ്ട് A into H എന്ന് എഴുതി കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് ഇത് തമ്മിൽ എന്തുമായിരിക്കും? ബാലൻസ് ആയിരിക്കും എപ്പോഴും. FB is equal to weight. ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ് കേട്ടോ. ഇത് വെച്ചാണ് എല്ലാ കണക്കും ചെയ്യുന്നത്. FB is equal to weight ചെയ്യൂ, സോൾവ് ചെയ്യൂ. FB എന്ന് പറയുന്നത് എത്ര? 1000 into G into 1 into 1 into H. That is equal to W 500 into G into 1 into 1 into 1 into 1. ഓക്കെ, ദെൻ നോക്കുമ്പോൾ ഇവിടെ H അല്ലേ കാണണ്ട. H കാണുന്നതിന് മുമ്പ് G യും ക്യാൻസൽ ആവും. ദെൻ എന്ത് വരും? 500 by 1000 എന്ന് വരും അല്ലെ. 500 by 1000 ക്ലിയർ ചെയ്യുമ്പോൾ എന്ത് വരും? 1/2 എന്ന് ആൻസർ വരും അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 or ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5. നല്ലൊരു ക്വസ്റ്റ്യൻ. ആൻസർ 0.5 മീറ്റർ. ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കുന്നതാണ്. ബയോൺസി ചോദിക്കുവാണ് എന്തെങ്കിലും സാധനം മുക്കിയിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പുഴയുടെ വെയിറ്റ് എന്ന് പറയുന്നത് താഴെ നിന്നുള്ള വാട്ടറിന്റെ ബയോൺസി ഫോഴ്സ് ഈക്വൽ ആയിരിക്കും. ബോത്ത് ആർ റോ GB ഇക്വേഷൻ ബേസ് ചെയ്താണ് വെയിറ്റ് റോ GB എന്ന് കൊടുക്കുമ്പോൾ ബയോൺസി ഫോഴ്സ് വരുമ്പോൾ റോ GB ആണെങ്കിൽ എത്ര വരെ മുങ്ങി കിടക്കുന്നുള്ളൂ ആ ഹൈറ്റ് എടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ എടുക്കുമ്പോൾ 0.5 ആൻസർ കിട്ടി. ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In an isochloric process, what is the relationship between heat transfer and change in energy? Energy. Okay, ഇതറിയാം. നമ്മുടെ തെർമോഡൈനാമിക്സിലെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. തെർമോഡൈനാമിക്സ് ഫസ്റ്റ് ലോ അനുസരിച്ച് എന്താ പറയുന്നത്? Q is equal to delta U plus W എന്നാണ്. Q is equal to delta U plus W. ഇത് ഫസ്റ്റ് ലെവൽ ഇക്വേഷൻ. പക്ഷെ നമ്മോട് ചോദിച്ചിരിക്കുന്ന ഏത് പ്രോസസിനെ കുറിച്ചാണ്? ദ റിലേഷൻ ബിറ്റ്വീൻ ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് ചേഞ്ച് ഇൻ എനർജി ഇൻ എ ഐസോകോറിക് പ്രോസസിനെ കുറിച്ചാണ്. എന്താണ് ഐസോകോറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദാറ്റ് മീൻസ് കോൺസ്റ്റന്റ് വോളിയം. കോൺസ്റ്റന്റ് വോളിയത്തിൽ പ്രത്യേകത ഉണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. കോൺസ്റ്റന്റ് വോളിയത്തിൽ വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ. കോൺസ്റ്റന്റ് വോളിയത്തിൽ വർക്ക് 0 ആയിരിക്കും. അങ്ങനെയെങ്കിൽ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ഈ പറയുന്ന ഫസ്റ്റ് റിലേഷൻ അപ്ലൈ ചെയ്യുവാണെങ്കിൽ, ഫസ്റ്റ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ Q is equal to എന്ത് വരും? ഡെൽറ്റ U plus 0 എന്ന് വരും. ദാറ്റ് ഈസ് Q is equal to ഡെൽറ്റ U എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ D.
Q = delta U. സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഒരു ആൻസറേ ഉള്ളൂ. ഐസോകോറിക് പ്രോസ് ആണെങ്കിൽ റിലേഷൻഷിപ്പ് ഓർത്തോണം. ഹീറ്റ് ട്രാൻസ്ഫർ Qവും ഇന്റേണൽ എനർജി ചേഞ്ച് ഡെൽറ്റ U എന്നുള്ള ഇക്വേഷൻ Q = delta U ആയിരിക്കും. ഇത് ഫസ്റ്റ് ലോയുടെ ഫണ്ടമെന്റൽ ഇക്വേഷൻ ആണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്ന എല്ലാ ക്വസ്റ്റിനും ഫണ്ടമെന്റൽ എല്ലാ ടൈമിൽ നിന്നും എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ സബ്ജക്റ്റിൽ നിന്നും ഇതും വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവുകയാണ്. For the same compression ratio, the thermal efficiency of an Otto cycle. എപ്പോഴും മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ചോദ്യമാണ്. സെയിം കംപ്രഷൻ റേഷ്യോയില് ഈ പറയുന്ന തെർമൽ എഫിഷ്യൻസി ഓട്ടോ സൈക്കിളിന്റെ എങ്ങനെ ആയിരിക്കും എന്നാണ് കേട്ടോ. അപ്പൊ നോക്കിക്കോണം, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എവിടെയാണെങ്കിലും സെയിം കംപ്രഷൻ റേഷ്യോ സെയിം ആണ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കരുത്. നമുക്ക് 3 സൈക്കിളാണ് മെയിൻ ആയിട്ടുള്ളത്. ഏതൊക്കെയാ? ഓട്ടോ, ഡ്യുവൽ, ഡീസൽ. ഇതാണ് 3 സൈക്കിൾ. ശരിയാണ്. ഓട്ടോ, ഡ്യുവൽ, ഡീസൽ എന്നാണ് പറയുന്നത്. അപ്പം ഈ 3 സൈക്കിളിന്റെയും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എപ്പോഴും സെയിം കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ബാക്കി എന്തും വന്നോട്ടെ എപ്പോഴും ഓട്ടോ സൈക്കിളിന്റെ എഫിഷ്യൻസി എല്ലാ സൈക്കിളിനെക്കാട്ടിലും കൂടുതലായിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് കാര്യം. അപ്പം സെയിം കംപ്രഷൻ റേഷ്യോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ നോക്കുമ്പോൾ സെയിം കംപ്രഷൻ റേഷ്യോ ആൻഡ് തെർമൽ എഫിഷ്യൻസി എന്ന് പറയാം അല്ലെ. സെയിം തെർമൽ എഫിഷ്യൻസി വന്നാലും ഒരു കുഴപ്പമില്ല. കംപ്രഷൻ റേഷ്യോ സെയിം വന്നോ പിന്നെ ഓർത്തോണം ഓട്ടോയ്ക്കാണ് കൂടുതൽ. ഓപ്ഷൻ നോക്കുമ്പോൾ ഫസ്റ്റ് ഡിക്രീസ് അതൊന്നും അല്ല. ദെൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഡീസൽ അല്ല, ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഡീസൽ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം സെയിം കംപ്രഷൻ റേഷ്യോയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി സെയിം പ്രഷറും ടെമ്പറേച്ചറും വരികയാണെങ്കിൽ ഓർത്തിരുന്നോണം, നേരെ തിരിയും. ഡീസലിന്റെ എഫിഷ്യൻസി ആണ് ഈ പറയുന്ന എന്തിനേക്കാട്ടിലും കൂടുതൽ. എപ്പോഴും നടുക്ക് വരുന്ന ആരായിരിക്കും? ഡ്യുവൽ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഡീസലിന്റെ എഫിഷ്യൻസി ആണ് കൂടുതൽ. അപ്പം സെയിം പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ വരികയാണെങ്കിൽ. ഇനിയും കംപ്രഷൻ റേഷ്യോ ഡിഫറന്റ് വരുവാണ്. കംപ്രഷൻ റേഷ്യോ ഇവിടെ സെയിം ആയിരുന്നു. കംപ്രഷൻ റേഷ്യോ ഡിഫറന്റ് വരുവാണെങ്കിൽ അപ്പോഴും നേരെ തിരിയും. എന്താവും? ഈറ്റ ഡീസൽ ആയിരിക്കും കൂടുതൽ എന്തിനേക്കാളും? ഈറ്റ ഓട്ടോയെക്കാളും. ഈ കാണുന്ന കാര്യങ്ങളെല്ലാം പഠിച്ചു വെച്ചോണം. ICNL ചോദിക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് വെയിറ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് അത് കേട്ടോ. കംപ്രഷൻ റേഷ്യോ സെയിം ആണെങ്കിൽ എഫിഷ്യൻസി ഓട്ടോ സൈക്കിൾ ഏറ്റവും വലുത്. കംപ്രഷൻ റേഷ്യോ ഡിഫറന്റ് ആകുവാണെങ്കിൽ ഡീസൽ സൈക്കിളിന്റെ എഫിഷ്യൻസി ഏറ്റവും വലുത്. സെയിം പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആണെങ്കിൽ ഡീസൽ സൈക്കിളിന്റെ എഫിഷ്യൻസി വലുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡീസൽ സൈക്കിളിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞ ചെറുതായിരിക്കും ഓട്ടോ സൈക്കിളിനെക്കാട്ടും. ഈ ക്വസ്റ്റ്യൻ കേട്ടോ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകട്ടെ. 23rd question. An oil of specific gravity 0.7 is stored in a closed tank up to a height of 2 meters. Then what will be the gauge pressure of the at the bottom of the tank? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ. ഇപ്പൊ നമ്മള് മെക്കാനിക്കൽ പഠിച്ച ആർക്കും അറിയാം പ്രഷറിന്റെ ഇക്വേഷൻ, ഗേജ് പ്രഷറിന്റെ ഇക്വേഷൻ ρGH എന്നാവും. ഓക്കെ, സിമ്പിൾ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചോദ്യത്തില് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻഡിക്കേറ്റ് S എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.7 എന്നാണ്. അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി നിന്നും എങ്ങനെ ഡെൻസിറ്റി കണ്ടുപിടിക്കാം? സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ഇപ്പൊ പറയുന്നത് ഏതാണ്? ഓയിലാണ്. ഓയിൽ ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് വാട്ടർ എന്നാണ്. അങ്ങനെ ഡെൻസിറ്റി ഓഫ് ഓയിൽ കാണുന്നത് വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താം? സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു റോ ഓഫ് വാട്ടർ. എത്രയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി? 0.7 ഇൻറ്റു റോ എത്രയാണ്? 1000. സോ എന്ത് വരും ആൻസർ? 700 എന്ന് ഇവിടെ നിന്ന് വരും. ഈ പറയുന്ന നമുക്ക് ഡെൻസിറ്റി ഓഫ് ഓയിൽ കിട്ടും. ഇനി വളരെ എളുപ്പമായി പ്രഷർ കാണാനല്ലേ. ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൽ എത്ര ഹൈറ്റാ? 2 മീറ്റർ വരെ ഓയിൽ കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഏറ്റവും ബോട്ടം സ്പേസിലുള്ള ബോട്ടം സർഫസിലുള്ള പ്രഷർ എത്രയാണ് ചോദ്യം. അതിന്റെ ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത് ρGH. അപ്പൊ റോ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? ഓയിലിന്റെ റോ ആണ് അല്ലെ. സോ ദാറ്റ് ഈസ് 700 ഇൻറ്റു G. നമുക്ക് വേണമെങ്കിൽ 10 എന്ന് എടുക്കാം, കാരണം G പറഞ്ഞിട്ടില്ല. അപ്പൊ 10 എന്ന് എടുക്കാം. 10 ഇൻറ്റു H എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പം 7 into 2 which is 14 എന്ന് വരും. 14,000 എന്ന് വരും. ഓപ്ഷൻ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ആൻസർ ഇല്ല. ഇപ്പൊ കിട്ടിയിരിക്കുന്നത് നമുക്ക് പാസ്കലിലാണ് അല്ലെ. അപ്പം ഇതിനെ മാറ്റുമ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ മെഗാ പാസ്കലാണ് ആൻസർ. അല്ലെ മെഗ ആക്കുമ്പോൾ എന്ത് വരും? 36 എന്ത് വരും? 0.014 മെഗാ പാസ്കൽ എഴുതാം അല്ലെ. ശരിയല്ലേ? 0.014 നമ്മൾ ഈ ചെയ്തതിനകത്ത് ഞാൻ 14,000 പാസ്കൽ എന്ന് വരും. അതിനെ നമ്മൾ 10⁶ ആകുമ്പോൾ കറക്റ്റ്. ഓക്കെ, 0.014 മെഗാ പാസ്കൽ. സോ ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. കറക്റ്റ്. വളരെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ കുറച്ച് ഫണ്ടമെന്റൽ അറിയണം. എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി, എന്താണ് പ്രഷറിന്റെ ഇക്വേഷൻ. ഇത് രണ്ടും അറിയാതെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകട്ടെ.
The type of turbine recommended for a head of 10 meter is again from fluid machinery. അല്ലെ fluid machinery എന്നുള്ള ചോദ്യമാണ്. 10 meter ഹെഡിന് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ടർബൈൻ നമുക്കറിയാം. മെയിൻ ആയിട്ട് ടർബൈൻ രണ്ടു തരം ഉണ്ട്. വൺ ഈസ് ഇമ്പൾസ് ടർബൈൻ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ടർബൈന്റെ പേര് റിയാക്ഷൻ ടർബൈൻ എന്നാണ്. ഇമ്പൾസ് ടർബൈനുള്ള എക്സാമ്പിൾ ആണ് വിച്ച് ഈസ് പെൽട്ടൺ വീൽ. എന്താണ് പെൽട്ടൺ വീൽ അല്ലെങ്കിൽ പെൽട്ടൺ ടർബൈൻ. റിയാക്ഷൻ ടർബൈനുള്ള എക്സാമ്പിൾ ആണ് ഒന്ന് നമ്മുടെ ഫ്രാൻസിസ് ടർബൈനും രണ്ട് നമ്മുടെ കപ്ലാൻ ടർബൈൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട ഭാഗമാണ്. എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഫ്രാൻസിസ് ആൻഡ് കപ്ലാൻ ടർബൈൻ. ഇവിടെ ഈ എന്താണ് പെൽട്ടൺ ടർബൈൻ എന്ന് പറഞ്ഞത്? പെൽട്ടൺ ടർബൈനെ നമ്മൾ പറയുന്നത് എപ്പോഴും അത് ഹൈ ഹെഡ് ടർബൈൻ ആണ്. ഡാമിൽ നിന്നാണ് നമ്മുടെ കേരളത്തിലൊക്കെ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് ഈ സിസ്റ്റത്തിൽ നിന്നാണ്. പെൽട്ടൺ ടർബൈൻ എന്ന് പറഞ്ഞാൽ 300 മീറ്ററിന് ഹെഡ് എന്ന് പറയുന്നത് 300 മീറ്ററിന് മുകളിൽ വരുമ്പോൾ ഉപയോഗിക്കുന്ന ടർബൈനാണ് പെൽട്ടൺ ടർബൈൻ. ഓക്കെ, ദെൻ ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ 300 നമ്മുടെ 300 വാല്യൂവിനും 60ക്ക് ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ അപ്പോൾ ഉപയോഗിക്കുന്ന ടർബൈനാണ് ഫ്രാൻസിസ് ടർബൈൻ. ഓക്കെ, ഇനി കപ്ലാൻ ടർബൈൻ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ടർബൈൻ കപ്ലാൻ ടർബൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 60 മീറ്ററിന് താഴെയാണ് ഹെഡെങ്കിൽ, 60 മീറ്ററിനെക്കാട്ടിലും നമ്മുടെ ലോ ആണ് ഹെഡെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ടർബൈനെ വിളിക്കുന്ന പേരാണ് കപ്ലാൻ ടർബൈൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ചോദ്യം അനുസരിച്ച് 10 മീറ്റർ ഹെഡിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടർബൈൻ ഏതാണെന്ന് ഈസി ആയിട്ട് പറയാം. 60 മീറ്റർ താഴെയാണ് 10 എന്ന് പറയുന്നത്. സോ കപ്ലാൻ ടർബൈൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കപ്ലാൻ ഈസ് ദ ടർബൈൻ യൂസ്ഡ് ഫോർ ലോ ഹെഡ് ഓർ 10 മീറ്റർ അപ് ടു 60 മീറ്റർ എന്ന് പറയാം. 10 മീറ്റർ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കപ്ലാൻ ടർബൈൻ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാമല്ലോ. വാട്ട് ആർ ദ ഡയമെൻഷൻ ഓഫ് സർഫസ് ടെൻഷൻ? സർഫസ് ടെൻഷന്റെ ഡയമെൻഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സർഫസ് ടെൻഷൻ പഠിക്കുന്നത് നമ്മുടെ ഫ്ലൂയിഡ്സിലാണ്. ഫ്ലൂയിഡ്സിൽ ഓൾറെഡി +1 +2 ഫിസിക്സിലൊക്കെ സർഫസ് ടെൻഷൻ വരാറുണ്ട്. സർഫസ് ടെൻഷൻ ഡയമെൻഷൻ അങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിലും ഇവിടെ സർഫസ് ടെൻഷന്റെ ഡയമെൻഷൻ ഡയറക്റ്റ് ചോദിച്ചിരിക്കുകയാണ്. അപ്പം സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരിക്കുന്ന അനുസരിച്ച് നമുക്കറിയാം നമ്മുടെ പ്രഷർ പെർ ലെങ്ത് ആണ് അല്ലെ, പ്രഷർ അല്ലെങ്കിൽ ഫോഴ്സ് പെർ ലെങ്ത് ആണ്. ഫോഴ്സ് പെർ ലെങ്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര ലെങ്തിൽ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നു അതിനെയാണ് സർഫസ് ടെൻഷൻ എന്ന വാല്യൂ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം സർഫസ് ടെൻഷൻ എഴുതുമ്പോൾ നമുക്കറിയാം ഇക്വേഷൻ പറയുമ്പോൾ ദാറ്റ് ഈസ് സർഫസ് ടെൻഷൻ is equal to force per length. ഏരിയ അല്ല, ഫോഴ്സ് പെർ ഏരിയ എന്തുവാ? ഫോഴ്സ് പെർ ഏരിയ വിച്ച് ഈസ് പ്രഷർ ആണ് കേട്ടോ. സർഫസ് ലെങ്ത് ആണ്. അപ്പൊ നമുക്കറിയേണ്ടത് എന്തുവാണ്? സർഫസ് ടെൻഷന്റെ ഫോഴ്സ് പെർ ലെങ്ത് ആണ്. ചില നമ്മൾ ഈ റബ്ബറൊക്കെ അല്ലെങ്കിൽ വാട്ടർ സർഫസിൽ റബ്ബർ ബാൻഡ് വലിക്കുവാണെങ്കിൽ അതിങ്ങനെ വാട്ടറിനെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വാട്ടറിന് മുകളിൽ കൂടെ ചില ഇൻസെക്ട്സ് നടന്നു പോകുന്നത്, അതൊക്കെയാണ് സർഫസ് ടെൻഷന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പം സർഫസ് ടെൻഷൻ ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്തോ നമുക്കറിയാം. ഫോഴ്സിന്റെ ഡയമെൻഷൻ എടുക്കുമ്പോൾ എന്താ പറയുന്നത്? MLT⁻² എന്താണ്? MLT⁻² എന്നാണ് ഫോഴ്സിന്റെ ഡയമെൻഷൻ. MLT⁻² എന്ന് വരും. അപ്പൊ സ്വാഭാവികമായിട്ടും സർഫസ് ടെൻഷൻ എടുക്കുമ്പോൾ നമുക്കറിയാം ഫോഴ്സ് ബൈ ലെങ്ത് അല്ലേ, ലെങ്ത് എന്തുവാ? എല്ലാണ് ഡയമെൻഷൻ. അപ്പൊ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. എന്താ വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു MLT⁻²π-2/L എന്ന് വരും. ആണേ, ഇത് സ്വാഭാവികമായിട്ടും സോൾവ് ചെയ്യുമ്പോൾ MLT⁻²L മോളിൽ L⁻1 എന്ന് വരും അല്ലെ. ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എന്ത് വരും ആൻസർ? L പോയാൽ T⁻² -2 എന്ന് വരും അല്ലെ. എന്ന് പറഞ്ഞാൽ M1T⁻². ഓപ്ഷനിലുണ്ടോ M1T⁻² ഇല്ലേ? M1T⁻² എന്നാണ് വരേണ്ടത്. ഓപ്ഷൻ തെറ്റിട്ടുണ്ട്. T⁻² ആണ് കേട്ടോ. L അല്ല, T⁻² ആണ് കേട്ടോ. M1T⁻². ഓപ്ഷൻ ചെറുതായിട്ട് മാറിപ്പോയതാണ്, കുഴപ്പമില്ല കേട്ടോ. L അല്ല വരേണ്ടത് അവിടെ. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ നമ്മൾ കോപ്പി ചെയ്തതിന്റെയാണ്. T ആണ് വരുന്നത്. ML വരത്തില്ല, T ആയിരിക്കും ഓപ്ഷൻസ് എല്ലാം വരുന്നത് കേട്ടോ. കാരണം L വരത്തില്ല, L ക്യാൻസൽ ആയി പോകുന്നുണ്ട്. കറക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സർഫസ് ടെൻഷന്റെ ഡയമെൻഷൻ ഓർത്തിരുന്നോണം, വിച്ച് ഈസ് MT⁻² എന്നാണ് കേട്ടോ. MT⁻². അപ്പൊ സർഫസ് ടെൻഷൻ ആണ് ഡയമെൻഷൻ ചോദിച്ചിരിക്കുന്നത്. MT⁻² എന്ന് വരും. ഇനി സർഫസ് ടെൻഷനെ കുറിച്ച് അറിയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫോർമുല വേറൊരു യൂണിറ്റ് കൂടെ ഉണ്ട്. സർഫസ് ടെൻഷൻ യൂണിറ്റ് എന്തോ ശരിക്കും ഇവിടുന്ന് വരുന്നത്? ദാറ്റ് ഈസ് ന്യൂട്ടൺ മീറ്റർ എന്നാണ്. ന്യൂട്ടൺ പെർ മീറ്റർ എന്നാണ് കേട്ടോ. മീറ്റർ അല്ല, ന്യൂട്ടൺ പെർ മീറ്റർ ജൂളാണ്. ന്യൂട്ടൺ പെർ മീറ്റർ എന്നാണ് വരുന്നത്. ഓക്കെ, ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരു സർഫസ് ടെൻഷൻ സിഗ്മ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ. സിഗ്മ. ഓക്കെ, സിഗ്മ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം അതിന്റെ മറ്റൊരു യൂണിറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ സിഗ്മ എന്ന് പറഞ്ഞാൽ സർഫസ് എനർജി ബൈ ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ജൂൾ പെർ മീറ്റർ സ്ക്വയർ എന്നും പറയാറുണ്ട്. ജൂൾ പെർ മീറ്റർ സ്ക്വയർ. ഈ സർഫസ് ടെൻഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊഹഷൻ എന്ന് പറയുന്ന ഫാക്ടറിനെയാണ് കേട്ടോ. ഒരു ലിക്വിഡിന്റെ
കൊഹഷനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ എന്ത് പറയുന്നത്, സർഫസ് ടെൻഷൻ പറയുന്നത്. ഓക്കെ, കൂടാതെ സർഫസ് ടെൻഷൻ ഓർത്തിട്ടുണ്ട്, ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്, സർഫസ് ടെൻഷൻ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആയിരിക്കും. സർഫസ് ടെൻഷൻ എപ്പോഴും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആയിരിക്കും എന്ന കാര്യവും അറിഞ്ഞിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത് m(T⁻²) എന്ന ഓപ്ഷൻ ബി ആണ്. എല്ലാം ടി ആണ്, ഞാൻ കറസ്പോണ്ടിങ് പറഞ്ഞായിരുന്നു. എറർ ഉണ്ട്, അവിടെ കറക്ഷൻ വരുത്തിയിട്ടുണ്ട്, m(T⁻²). അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറേയേറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. വളരെ ഇമ്പോർട്ടന്റ് നമ്മുടെ പ്രീവിയസ് ഇയറിലും MCQസും ആയിട്ട് ചോദിച്ചിരിക്കുന്ന മെക്കാനിക്കലിലെ മിക്ക സബ്ജക്ട്സിന്റെയും ക്വസ്റ്റ്യൻസ് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒരു ഇമ്പോർട്ടന്റ്, അവസാനം വന്നപ്പോൾ മാത്രം 2 ക്വസ്റ്റ്യൻ വല്ലതും സിമ്പിൾ തിയറി ഉണ്ട്, ബാക്കിയെല്ലാം നല്ലവണ്ണം വെയിറ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് അതിനെ ആ രീതിയിൽ പഠിക്കുക. അപ്പം നമ്മുടെ എക്സാമിന്, ഐസാറുടെ എക്സാമിന്, സ്വാഭാവികമായി ടെക്നിക്കൽ അസിസ്റ്റന്റ് എക്സാമിന് ഈ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ISRO ആണ്. അപ്പൊ അതിന്റെ വെയിറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പം ആ രീതിയിലുള്ള മാസ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും മാസ്ക് ചെയ്യുമെന്ന് കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് അത് മനസ്സിലാക്കി വേണം പഠിക്കാനായിട്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിച്ചു വേണം മുന്നോട്ട് പോകാനായിട്ട്. ഓൾറെഡി ISROയുടെ ബാച്ചസ് ഒക്കെ നമ്മുടെ ഏണസ്റ്റ് അക്കാദമി ബിഗ് ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ്സസും ഡെമോ ടെസ്റ്റും മോക്ക് ടെസ്റ്റും ഒക്കെ ഉള്ള വളരെ ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതിയിലാണ് നമ്മുടെ കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇപ്പൊ ഇതിനോടൊപ്പം പോയിരിക്കുന്ന രജിസ്ട്രേഷൻ ലിങ്കോ അല്ലെങ്കിൽ നിങ്ങൾ നമ്പറിലോ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്ര നേരം എന്നെ കേട്ടിരുന്നതിന് താങ്ക് യു. അപ്പം വീണ്ടും നന്നായിട്ട് പഠിക്കുക. ലേണിംഗ് ആപ്പ് ആസ് വെൽ ആസ് ഫ്രം ഏണസ്റ്റ് അക്കാദമി. താങ്ക് യു.